السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സാധാരണ ഞായറാഴ്ചകളിൽ കാലത്ത് നമ്മൾ വായിക്കുന്നത് ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുശൈരി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള സഹീഹിലെ കിതാബുൽ ഫിതൻ വ അശ്റാത്തിസ് സാഅ, ഫിത്നകളെക്കുറിച്ചും ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും വന്നിട്ടുള്ള ഹദീസുകളാണ്. സന്ദർഭവശാൽ ഇന്ന് അത് തുടരാനല്ല നാം ഉദ്ദേശിക്കുന്നത്, മറിച്ച് അല്പസമയം ഒരു തുറന്ന നസീഹത്ത് എനിക്കും അതുപോലെ തന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ഉപകരിക്കത്തക്ക രൂപത്തിലുള്ള ഒരു നസീഹത്ത് മാത്രമാണ് ഇന്ന് ഈ സമയത്ത് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് മുഹദ്ദിസീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സഹീഹായ ഒരു അസർ, തആൽ നജ്ലിസ് ബിനാ നുഅ്മിൻ സാഅതൻ, തആൽ നീ വരൂ, നജ്ലിസ് ബിന നമുക്ക് ഒരുമിച്ചിരിക്കാം, നുഅ്മിൻ സാഅതൻ ഒരു യാമം അല്പസമയം നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളിൽ മുഴുകാം. നതദാക്കറുല്ലാഹ്, അള്ളാഹുവിനെ നമുക്ക് സ്മരിക്കാം, അവനെക്കുറിച്ചുള്ള ദിക്റുകൾ നമുക്ക് പറയാം. ഈ അസറിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കേവർക്കും ഉപകരിക്കത്തക്ക രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്.
അദ്ദേഹം വളരെ നേരത്തെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഖസ്റജ് ഗോത്രക്കാരനാണ്. രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് ബദറിലും തുടർന്ന് നടന്നിട്ടുള്ള എല്ലാ ഇസ്ലാമിക സന്ദർഭങ്ങളിലും യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് അഅലമുന്നാസി ബിൽ ഹലാലി വൽ ഹറാം, ഹലാലുകളെ സംബന്ധിച്ചും ഹറാമുകളെ സംബന്ധിച്ചും ഏറ്റവും അധികം ആ കാലഘട്ടത്തിൽ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹലാല് ഹറാമ് അറിയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ളത്, മറ്റു ആളുകളെക്കാൾ ഒരുപാട് മുന്നിലായിരിക്കും ഖിയാമത്ത് നാളിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ബിറത്തുവ, ഒരു റത്തുവ മുന്നിലായിരിക്കും, മറ്റു സഹാബികളെ അപേക്ഷിച്ചുകൊണ്ട് കുറെ കൂടി മുന്നിലായിരിക്കും അദ്ദേഹത്തിന് സ്ഥാനം നൽകപ്പെടുന്നത്. എത്രയാണ് റത്തുവ എന്ന് പറയുന്ന ആ അകലം, അതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത് ദീർഘമായ ഒരളവാണ് എന്നും അല്ല അല്പം കൂടി കുറഞ്ഞ ഒരളവാണ് എന്നും വ്യാഖ്യാനങ്ങളിലുണ്ട്. ഏതാണെങ്കിലും മറ്റു സഹാബിമാരെ അപേക്ഷിച്ച് ഖിയാമത്ത് നാളിൽ അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കുറെ കൂടി മുന്നിലാണ്, അവരെക്കാൾ മുന്നിൽ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു പല പ്രദേശങ്ങളിലേക്കും മറ്റു ജനവിഭാഗങ്ങളിലേക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അധ്യാപകനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് പറയുന്നത് തആലൗ. ചില റിവായത്തുകളിൽ തആലൗ എന്ന് കാണാം, ചില റിവായത്തുകളിൽ തആൽ എന്ന് കാണാം. തആൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോടാണ്. ആരാണ് ആ വ്യക്തി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നുകിൽ അസ്വദ് ബിനുൽ ഹിലാൽ അൽ മുഹാരിബി, അദ്ദേഹത്തോടാണ് പറഞ്ഞത് എന്ന് ചില റിവായത്തുകളിൽ കാണാം. ഖാല ലി മുആദുൻ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിവായത്ത്, ഈ അസർ നമുക്ക് കാണാൻ പറ്റും. മറ്റ് ചില റിവായത്തുകളിൽ അസ്വദ് ഇബ്നു ഹിലാൽ അൽ മുഹാരിബി അദ്ദേഹം പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സഖാക്കളിൽപ്പെട്ട ചിലരോട് പറഞ്ഞു. ചിലപ്പോൾ ഒരു സന്ദർഭത്തിൽ അസ്വദ് ഇബ്നുൽ ഹിലാലിനോട് പറഞ്ഞിരിക്കാം, ചിലപ്പോൾ അതല്ലാത്ത മറ്റദ്ദേഹത്തിൻ്റെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മറ്റു ചില സഖാക്കളോടായിരിക്കാം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ടു പേരോടും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറഞ്ഞിരിക്കാം. എന്താണ് പറഞ്ഞത്? തആൽ അല്ലെങ്കിൽ തആലൗ, നിങ്ങൾ വരുവീൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു വളരെ പ്രധാനപ്പെട്ട ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഏതാണ്ട് 848 ഹദീസുകൾ അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്തുകൾ സുഹാഹുകളിലും സുനനുകളിലും മസാനീദുകളിലുമായി കിടപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, നീ വരൂ സഹോദര, നീ വരൂ, അല്ലെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ വരുവീൻ. നജ്ലിസ്, ചില റിവായത്തുകളിൽ കാണാം നജ്ലിസ് എന്ന് മാത്രം പറയും, ചിലയിടത്ത് നജ്ലിസ് ബിന എന്ന് പറയും. ചില റിവായത്തുകളിൽ നജ്ലിസ് എന്ന പദമില്ലാതെ നേരെ നുഅ്മിൻ എന്ന് പറയും. നമുക്കിരിക്കാം, നമ്മുടെ കൂടെ നിങ്ങൾ ഇരിക്കുവീൻ. സാഅത്തൻ, ഒരു യാമം. സാഅത്ത് എന്ന് പറഞ്ഞാൽ അല്പം ദൈർഘ്യമേറിയിട്ടുള്ളൊരു സമയമാണ്.
നമ്മുടെ 1 മണിക്കൂറിനേക്കാളും നീണ്ട ഒരു ദിവസത്തെ പല സാഅത്തുകളായിട്ട് വിഭജിക്കുന്ന രീതികൾ പഴയ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. 6 ഭാഗമായിട്ടൊരു ദിവസത്തെ വിഭജിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സാഅത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 മണിക്കൂറാകും. ചിലപ്പോൾ 8 സാഅത്തുകളായിട്ട് വിഭജിക്കും. അപ്പോഴും 1 മണിക്കൂറല്ല, അതിൽ കൂടുതലുള്ള ഒരു സമയമാണ് സാഅത്ത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഹദീസുകളിൽ ഈ പദപ്രയോഗം പലപ്പോഴും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഒരു സാഅത്തുണ്ട്. ആ സാഅത്തിൽ ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അയാൾക്ക് ഇജാബത്ത് നൽകും എന്ന് പറയുന്നു. അവിടെ ഏതാണ് ആ സാഅത്ത്? അസ്റിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയമാണ് എന്ന് ഏതാണ്ട് മുഹഖ്ഖിഖുകൾ ആ സമയത്തെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത്. വേറെയും സമയങ്ങൾ പറയപ്പെട്ടു. അത് ഇമാമ് മിമ്പറിൽ കയറിയിട്ട് നമസ്കാരം കഴിയുന്നത് വരെയാണ്. അല്ല, ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ നിന്ന് ജുമുഅ ഉദ്ദേശിച്ച് പുറപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയാണ്. പലതരത്തിലുള്ള അഖ്വാലുകളും വ്യാഖ്യാനങ്ങളും കാണാം. പക്ഷേ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ ഈ റിവായത്ത് ഉദ്ധരിക്കുന്ന ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. അവർ തന്നെ ആ യാമത്തെ, ആ സമയത്തെ അവർ കണക്ക് കൂട്ടിയിരുന്നത് അസ്ർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയത്തെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ പ്രത്യേകമായി അവർ പ്രാർത്ഥനകളിൽ, ദുആകളിൽ, ദിക്റുകളിൽ മുഴുകാറുണ്ടായിരുന്നു എന്നത് അവരുടെ ചരിത്രത്തിൽ, അതുപോലെ തന്നെ സീറകളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടപ്പുള്ളതാണ്. അവിടെയൊക്കെ സാഅത്ത് എന്ന് പറഞ്ഞാൽ അല്പം, നമ്മുടെ 1 മണിക്കൂറിനേക്കാളും ഒക്കെ ദൈർഘ്യമുള്ള 2 അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമോ ദൈർഘ്യമുള്ള ഒരു സമയമാണ് സാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വരുവീൻ, നമുക്കൊരുമിച്ചിരിക്കാം. എന്തിനു വേണ്ടി? നുഅ്മിൻ സാഅത്തൻ, നുഅ്മിൻ സാഅത്തൻ, ഒരു യാമം നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. ഈമാൻ വർദ്ധിപ്പിക്കാം എന്ന് പറയാൻ കാരണം ചില റിവായത്തുകളിൽ തന്നെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പ്രത്യേകം എടുത്തു പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. ഈമാൻ വർദ്ധിപ്പിക്കുക എന്നത് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ള മുആദ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അദ്ദേഹം ആരെയാണോ ഈ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് അവരൊക്കെ തന്നെയും അവർ ഈമാൻ ഉള്ളവരാണ്. തീരെ ഈമാനില്ലാത്ത ഒരു വ്യക്തി, ഈമാനില്ലാത്ത വ്യക്തികളെ വിളിച്ചു വരുത്തി പുതുതായി ഈമാൻ അത് പറഞ്ഞു കൊടുക്കുന്ന സമയമല്ല ഇത്. മറിച്ച് ഈമാനുള്ള വ്യക്തിയാണ്, ഈമാനുള്ള വ്യക്തികളെയാണ് ഈ കാര്യത്തിന് ക്ഷണിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈമാൻ എന്ന് പറയുന്നത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന കാര്യമാണ്. അൽ ഈമാനു യസീദ് വയൻഖുസ്, ഈമാൻ എന്ന് പറയുന്നത് വർദ്ധിക്കും. അതേപോലെ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈമാനിന്റെ നില താണു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അത് കുറയുകയും ചെയ്യും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇൻദ അഹ്ലിൽ ഇസ്ലാമി വസ്സുന്ന തസ്ദീഖും ബിൽ ജിനാൻ വഇഖ്റാറും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ യസീദു വയൻഖുസ്, യസീദു ബിത്ത്വാഅത്തി വയൻഖുസ് ബിൽ മഅസിയ. ഇൻദ അഹ്ലിൽ ഇസ്ലാമി വസ്സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിൽ, ഇസ്ലാമിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിട്ടേച്ചു പോയിട്ടുള്ള മാർഗത്തിൽ, സുന്നത്തിൽ, ഇസ്ലാം എന്ന്, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് തസ്ദീഖും ബിൽ ജിനാൻ, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുന്ന കാര്യമാണ്. വഇഖ്റാറും ബിൽ ലിസാൻ, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുന്നത് മാത്രമല്ല, നാവുകൊണ്ട് അംഗീകരിച്ച് തുറന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും. വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ട്
നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും, ഇത് മൂന്നും കൂടിയതിൻ്റെ പേരാണ് ഈമാൻ. അതിൽ മാനസികമായ പ്രവർത്തനങ്ങളുണ്ട്, മനോവ്യാപാരങ്ങളുണ്ട്. അതാണ് തസ്ദീഖും ബിൽ ഖൽബ് അല്ലെങ്കിൽ തസ്ദീഖും ബിൽ ജിനാൻ. മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക, ഒരു കാര്യം അറിയുക, ആ അറിവ് കൂടുതൽ കൂടുതൽ ബലപ്പെട്ടുകൊണ്ട് അത് യഖീനായി തീരുക. ഒരു നിലക്കും ആർക്കും അതിൽ സംശയമുളവാക്കാൻ പറ്റാത്ത വിധം ഉറച്ച യഖീനായി തീരുക. അങ്ങനെ നമുക്ക് കിട്ടിയ അറിവ് അത് ദൃഢീകരിച്ച് അത് ഈമാനായി, ആ ഈമാൻ തന്നെ ഒരു നിലക്കും ആർക്കും അതിനെ ഇളക്കാൻ പറ്റാത്ത വിധം അത് യഖീനായി മനസ്സിൽ ഉറപ്പിക്കുന്ന കാര്യം, ആ പ്രക്രിയ അതൊരു മനോവ്യാപാരമാണ്, അത് ഈമാനിൻ്റെ ഭാഗമാണ്. അങ്ങനെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു കാര്യം രൂഢമൂലമായി ഉറച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മുടെ നാവിൽ വരാതിരിക്കില്ല. നാവ് കൊണ്ട് നമ്മളത് തുറന്നു പറയും, അത് പ്രഖ്യാപിക്കും. തൻ്റെ മനസ്സിൽ അത്രത്തോളം ഉറച്ചു കഴിഞ്ഞ ഒരു കാര്യം മറച്ചു വെക്കുക എന്നത് സാധ്യമല്ല. അത് മറച്ചു വെക്കാനും പറ്റില്ല, ആ കാര്യം പ്രഖ്യാപിക്കണം. അതുകൊണ്ടാണ് ഈമാനിനെ സംബന്ധിച്ച് പറയുന്ന ഒട്ടനവധി ആയത്തുകളിൽ, ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് ഖുൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അസർട്ടൈൻ ചെയ്യാനാണ്, ആ കാര്യം അത് പ്രോക്ലെയിം ചെയ്യാനാണ്, തുറന്ന് പ്രഖ്യാപിക്കാനാണ്. മനസ്സിൽ വെച്ചിരുന്നാൽ പോരാ, അത് നിങ്ങൾ ശരിക്ക് തുറന്ന് പ്രഖ്യാപിക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. തുറന്ന് പ്രഖ്യാപിക്കണം, മറ്റാർക്കും ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം അസന്നിഗ്ധമായി ഉറക്കെ പ്രഖ്യാപിക്കണം, ഉദ്ഘോഷിക്കണം. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, എൻ്റെ റബ്ബിനു മാത്രമേ ഞാൻ ആരാധനയർപ്പിക്കുകയുള്ളൂ, ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ ദുആ നടത്തുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ. ആരാധന നൽകുന്ന കാര്യത്തിൽ ആരെയും ഞാൻ അവൻ്റെ കൂടെ പങ്കാളികളാക്കി വെക്കില്ല. അവനോടല്ലാതെ മറ്റാരോടും ഞാൻ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ദുആകൾ, എൻ്റെ പ്രാർത്ഥനകൾ മറ്റാരുടെയും മുന്നിൽ ഞാൻ സമർപ്പിക്കില്ല. ഇത് മനസ്സിലുള്ള ഒരു ഉറപ്പാണ്, അത് യഖീനാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ ഉടമപ്പെടുത്തുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ട എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു, അവൻ മാത്രമാണ് റബ്ബ് എങ്കിൽ അവന് മാത്രമേ ഇബാദത്തും ചെയ്യാൻ പാടുള്ളൂ. ഇതെന്റെ തികഞ്ഞ ബോധ്യമാണ്, അതെന്റെ ഇൽമാണ്, അതെന്റെ ഈമാനാണ്, അതെന്റെ യഖീനാണ്. അത് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ആർക്കും അതിൽ സംശയം വേണ്ട. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഇങ്ങനെ മനസ്സിലുള്ള ഈ യഖീൻ അത് നാവ് കൊണ്ട് തുറന്ന് പ്രഖ്യാപിക്കണം. ഒരാൾ മുസ്ലിമായാൽ ആ മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം മാറുന്നത് വരെ മുശ്രിക്കുകളായ, ബഹുദൈവ വിശ്വാസികളായ, അമുസ്ലിങ്ങളായ ഒരു വിഭാഗത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു പോരുന്ന ഒരു വ്യക്തി അല്പം സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറുന്നത് വരെ ചെറിയ ഒരു കാലയളവ്, ദിവസങ്ങൾ, ഒരു പക്ഷേ അയാൾക്ക് സുരക്ഷിതത്വപരമായ കാരണങ്ങളാൽ തൻ്റെ ഈമാൻ മെല്ലെ മറച്ചു വെക്കാം. പക്ഷെ എന്നും തൻ്റെ ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് തുടർന്നു പോകാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അമുസ്ലിം സമൂഹത്തിൽ തന്നെ ചേർന്നുകൊണ്ട് അവരിൽ നിന്ന് വേർപിരിയാതെ അവരുടെ ഭാഗമായി തന്നെ എന്നും കഴിച്ചുകൂട്ടാം എന്ന് പ്രത്യാശിക്കേണ്ടതില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അയാളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഹത്താ യുഫാരിഖൽ മുശ്രികീന ഇലൽ മുസ്ലിമീൻ, അമുസ്ലിങ്ങളായ ജനങ്ങളെ പിരിഞ്ഞ് മുസ്ലിങ്ങളുടെ സമൂഹത്തിലേക്ക്, മുസ്ലിം സൊസൈറ്റിയിലേക്ക് അയാൾ ജോയിൻ ചെയ്യുന്നത് വരെ അയാൾ അപകടത്തിലാണ്. എന്തുകൊണ്ട് അയാൾ അപകടത്തിലാണ്? ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വീണ്ടും
തെറ്റായ ചിന്തകളും തെറ്റായ പ്രേരണകളും തെറ്റായ സമ്മർദ്ദങ്ങളും കാരണത്താൽ മനസ്സ് വീണ്ടും തിരിച്ചു പോകാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ബാഹ്യമായ സമ്മർദ്ദങ്ങൾ. ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഒരു കഥാരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മെ തെര്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരാൾ പൂർവിക സമുദായങ്ങളിൽപ്പെട്ട ഒരു സമുദായത്തിൽ ജീവിച്ചു പോന്ന ഒരു വ്യക്തി വളരെ മോശമായ ചുറ്റുപാടുകളിൽ ജീവിച്ചു, അതിക്രമങ്ങൾ കാണിച്ചു കൂട്ടി. അങ്ങനെ 99 ആളുകളെ കൊല നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു പുരോഹിതനോട് തനിക്കുണ്ടായ മാനസാന്തരം രേഖപ്പെടുത്തി. എനിക്ക് തൗബയുണ്ടോ? നന്മയിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് അവസരമുണ്ടോ? ആ പുരോഹിതൻ പറഞ്ഞു, ഇല്ല. 99 പേരെ വധിച്ചു കളഞ്ഞ നിനക്ക് പിന്നീട് തൗബയോ? ഇല്ല, നിന്നെ ദൈവം സ്വീകരിക്കില്ല. ആ അർത്ഥത്തിൽ അയാൾ സംസാരിച്ചു. അദ്ദേഹം നിരാശയും കോപവും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ ആ വിധത്തിൽ ഫത്വ നൽകിയ ആ പുരോഹിതനെയും അദ്ദേഹം വധിച്ചു. അങ്ങനെ 100 തികഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അടങ്ങി നിൽക്കുന്നില്ല. മനസ്സ് ക്ഷോഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് തിരിച്ചു പോരണം, അതിക്രമങ്ങളിൽ നിന്ന് തിരിച്ചു പോരണം, തെറ്റായ ജീവിത രീതികൾ ഉപേക്ഷിക്കണം, നല്ല വഴിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരണം. അദ്ദേഹം നല്ലവനായ ഒരു പണ്ഡിതനെ സമീപിച്ചു. ആദ്യം അദ്ദേഹത്തിന് കിട്ടിയത് മിൻ ഉലമാഇ സൂ, ദുഷിച്ച പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പുരോഹിതനാണ്. പക്ഷേ രണ്ടാമത് അദ്ദേഹത്തിന് കിട്ടുന്നത് മിനൽ ഉലമാഇ റബ്ബാനിയീൻ, റബ്ബാനികളായ ഉലമാക്കളിൽപ്പെട്ട നല്ലവരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് കണ്ടുകിട്ടി. അദ്ദേഹത്തോട് ഇതേ ചോദ്യം ആവർത്തിച്ചു. ഞാൻ 99 പേരെ വധിച്ചിട്ടുള്ള അതിക്രമിയാണ്, ഘാതകനാണ്. ഞാനൊരു പുരോഹിതനെ സമീപിച്ച് എൻ്റെ പശ്ചാത്താപ സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞു. അദ്ദേഹം ഇല്ല, എനിക്ക് പശ്ചാത്താപമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നിരാശ വർദ്ധിക്കുകയും എനിക്ക് അദ്ദേഹത്തോട് കോപം തോന്നുകയും അദ്ദേഹത്തെ കൂടി ഞാൻ വാളിനിരയാക്കുകയും ചെയ്തു. 100 പേരെ കൊന്നിട്ടുള്ള പാതകിയാണ് ഞാൻ. ഇനി എനിക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം ഇത് ഉലമാ റബ്ബാനിയീൻ, അമ്പിയാക്കന്മാരുടെ മാർഗം പിന്തുടരുന്ന ഉലമാക്കൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കുറച്ചാളുകൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഹമ്മദേ, താങ്കൾ ഞങ്ങളെ വിളിക്കുന്ന കാര്യം എത്ര നല്ലതാണ്. ഏതൊന്നിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത് ആ കാര്യം വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തവരാണ്. ഷിർക്കിൽ, നീ പറയുന്ന ഷിർക്കിൽ ഞങ്ങൾ മുങ്ങിക്കുളിച്ചിട്ടുള്ളവരാണ്. അതുമാത്രമല്ല, ഖതൽന ഫഅക്സർന, ഞങ്ങൾ നരമേധം നടത്തിയിട്ടുള്ളവരാണ്, മനുഷ്യരെ കൊന്നിട്ടുള്ളവരാണ്. എത്ര കയ്യും കണക്കില്ല. ഒരുപാട് മനുഷ്യജീവൻ ഞങ്ങൾ നശിപ്പിച്ചിട്ടുള്ളവരാണ്. താങ്കൾ അതുപോലെ എതിർത്തു പോരുന്ന കാര്യം സിന, വ്യഭിചാരം, സനൈന ഫഅക്സർന, ഞങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ട്, കയ്യും കണക്കുമില്ലാത്ത വ്യഭിചാരങ്ങൾ. ഇതൊക്കെ ചെയ്ത ഞങ്ങൾക്ക് ഇനി തിരിച്ചു വരാനൊരവസരമുണ്ടെങ്കിൽ ഇന്നമാ തദ്ഉന ഇലൈഹി ലഹസൻ, താങ്കൾ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യം എത്ര നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്കൊരു വാതിലുണ്ടായിരുന്നുവെങ്കിൽ, തിരിച്ചു വരാനൊരു വഴിയുണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തീർപ്പ് അതിനു വേണ്ടി കാത്തിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് 2 ആയത്തുകൾ അവരെ സംബന്ധിച്ചിറക്കി. ഒന്ന് സൂറത്തുൽ ഫുർഖാനിൽ ഇറക്കി, മറ്റൊന്ന് അതുപോലെ തന്നെ സൂറത്തുൽ സുമറിലും ഇറക്കി. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുളാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ നല്ലവരായ അടിമകൾ ആരാണെന്നറിയാമോ? ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, ശിർക്ക് ചെയ്യാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, നരഹത്യ നടത്താത്തവരാണ്. വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഈ പറഞ്ഞ ഗുരുതരമായ കുറ്റങ്ങൾ ആരാണോ ചെയ്യുന്നത് അതിൻ്റെ അനന്തരഫലം അവർ കണ്ടുമുട്ടേണ്ടി വരും. അതിൻ്റെ ശിക്ഷ, അതിനുള്ള ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും. യുളാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന, ഖിയാമത്ത് നാളിൽ അവരുടെ ശിക്ഷ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി ഇരട്ടി ഇരട്ടിയായി അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. അവരാ ശിക്ഷയിൽ ശാശ്വതരായിട്ട് മാനം കെട്ടവരായി അപമാനിതരായി ആ ശിക്ഷയിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. ഈ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ഇല്ലാ മൻ താബ് വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹി ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇല്ലാ മൻ താബ, പക്ഷെ ഇതൊക്കെ ചെയ്ത മനുഷ്യന് തിരിച്ചു വരാനൊരു വഴി അവിടെ ബാക്കിയുണ്ട്. അവൻ മടങ്ങി വന്നു. വആമൻ, അവൻ ഇതുവരെ വിശ്വാസിയായിരുന്നില്ല, അള്ളാഹുവിനും അന്ത്യനാളിലുമുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ വിശ്വാസം അയാൾ ഉൾക്കൊള്ളാൻ തയ്യാറായി, ഈമാൻ അയാൾ സ്വീകരിച്ചു. വഅമില സ്വാലിഹൻ, ഇതുവരെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ നടപടികൾ ഉപേക്ഷിച്ച് നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യാൻ തുടങ്ങി, സുകൃതങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ സയ്യിആത്തുകൾ, തിന്മകൾ അള്ളാഹു നന്മകളാക്കി കൊടുക്കും. എങ്ങനെ അവരുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി കൊടുക്കുന്നത്? അൽ ഇസ്ലാമു യഖ്തഉ മാ ഖബ്ലഹ്, മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അതിന് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചതു തന്നെ. ചില റിവായത്തുകളിൽ അൽ ഇസ്ലാമു യജുബ്ബു മാ ഖബ്ലഹ്, മുസ്ലിമാകുന്നതിന് മുമ്പ് അയാൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതോട് കൂടിയിട്ട് അവസാനിപ്പിച്ചു, മുറിച്ചു കളഞ്ഞു. അതിൽ അയാൾ ചെയ്തിട്ടുള്ള നന്മകൾ എന്താണോ ആ നന്മകൾ അത് റിട്ടേൺ ചെയ്തു കൊടുക്കും, നിലനിർത്തി കൊടുക്കും. എന്നാൽ തിന്മകളെല്ലാം, ആ തിന്മകളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ ഫാസിഖ് മില്ലി, ദീനിലുള്ള വ്യക്തിയാണ്, പക്ഷെ ഫിസ്കുകൾ ചെയ്തു, മനുഷ്യനെ കൊന്നു, അല്ലെങ്കിൽ സിന ചെയ്തു, അതുപോലെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുള്ള ഫാസിഖായ മനുഷ്യൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൗബ അയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തു, ആ തെറ്റിന് ശേഷം തൗബ ചെയ്യുമ്പോൾ ഓരോ തെറ്റിനും ഓരോ തൗബ അത് അയാൾക്ക് പുണ്യമായി തീർന്നു. അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു, തൗബ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാത്തവനെ പോലെയായി. അപ്പൊ പരലോകത്തിൽ അയാളുടെ ഗ്രന്ഥം അയാൾക്ക് നൽകുന്ന സന്ദർഭത്തിൽ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അയാളെ ഹിസാബ് നടത്തുമ്പോൾ ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്ന ഓരോ തെറ്റുകളും അയാളോട് ചോദിക്കുന്നു, ഇത് നീ ചെയ്തില്ലേ? ചെയ്തു. ഇത് നീ ചെയ്തില്ലേ? ചെയ്തു. ഇത് നീ ചെയ്തില്ലേ? ചെയ്തു. ഇതെല്ലാം ചെയ്തു. അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അയാളുടെ തൗബയിലേക്ക് കിടക്കുന്നു. എന്നിട്ട് തൗബയിലേക്ക് കിടന്നിട്ട് ആ തൗബ സ്വീകാര്യയോഗ്യമായ ശുറൂത്തുകൾ പാലിച്ചിട്ടുള്ള, നിബന്ധനകൾ പൂർത്തീകരിച്ചിട്ടുള്ള സ്വീകാര്യയോഗ്യമായ തൗബ, തൗബത്തുൻ നസൂഹ്, നസൂഹായ തൗബ. ആ തൗബ പ്രകാരം ഇത് നീ തൗബ ചെയ്തുവല്ലോ, ചെയ്തു, അതങ്ങ് മായ്ച്ചു കളഞ്ഞു. ഇനി അയാളുടെ ഗ്രന്ഥത്തിൽ എന്തുമാത്രമാണ് കാണുന്നത്? പിന്നീട് അദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മകളും അയാൾ ചെയ്തിരിക്കുന്ന ഓരോ തെറ്റിനും ചെയ്തിട്ടുള്ള തൗബകളുമാണ്. അയാളുടെ തിന്മകൾ മായ്ഞ്ഞു പോയി. പിന്നീട് തൗബകൾ, തൗബ എന്ന് പറയുന്ന ഇബാദ, ഏറ്റവും നല്ല ആരാധനയുടെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ആ തൗബകൾ മാത്രമാണ് സയ്യിആത്തുകൾ അല്ലാഹു ഹസനാത്തുകളാക്കി കൊടുത്തു. വകാന അല്ലാഹു ഗഫൂറർ റഹീമ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ ഇவ்விதം നിങ്ങൾക്ക് തെറ്റുകൾ പുറത്തു തരുന്നവനാണ്, നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, സുമറിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ താങ്കൾ പറയാ അവരോട്, യാ ഇബാദി, എൻ്റെ അടിയാറുകളെ, നിങ്ങൾ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിൽ നിന്ന് മടങ്ങി വരുന്നവന് മടങ്ങാൻ അവകാശമില്ല എന്ന വിധത്തിൽ നിങ്ങളുടെ മുഖത്ത് വാതിലടച്ചു പിടിക്കുന്നില്ല. അവിടെ അല്ലാഹു അവരെ വിളിക്കുന്നത് കാരുണ്യത്തിന്റെ വിളിയാണ്. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിരുകളില്ലാതെ കയ്യും കണക്കുമില്ലാതെ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും അത്യധികം റഹ്മത്ത് ചെയ്ത് തരുന്നവനുമാണ്. അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ സൂറത്ത് ഫുർഖാനിൽ ഇറങ്ങിയിട്ടുള്ള, സൂറത്തു സുമറിൽ വന്നിട്ടുള്ള ഇവരുടെ പശ്ചാത്താപത്തെ സംബന്ധിച്ച്, അവർക്കിനി തിരിച്ചു വരാനുള്ള സാധ്യതയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സന്ദർഭത്തിൽ അവിടുന്ന് അള്ളാഹു ഇറക്കിയ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ, മുൻകാലത്ത് ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുള്ള ആളുകളാണവർ, അവർ ഇസ്ലാമിലേക്ക് വന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിക്കുന്നത്, അങ്ങനെ നല്ലവനായ ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ഉപദേശിച്ചു, അതേ, താങ്കൾക്ക് തൗബയുണ്ട്, താങ്കൾ നിരാശപ്പെടേണ്ടതില്ല. ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇത് അമ്പിയാക്കന്മാരുടെ ദഅവത്താണ്. ഇത് മുൻകാലത്തും അങ്ങനെയാണ്, ഇക്കാലത്തും ഇങ്ങനെ തന്നെയാണ്. തൗബയുടെ വാതിൽ അത് തുറന്നു കിടക്കുകയാണ് അവസാനം വരെ. ഒരു വ്യക്തി എന്ന അർത്ഥത്തില്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗബ എന്ന് പറയുന്നത് തുറന്നു കിടക്കുകയാണ്. അതിൻ്റെ വാതിലുകൾ, അതിൻ്റെ രണ്ട് പാളികളും ഒരുപോലെ മലർക്ക തുറന്നു കിടക്കുകയാണ്. ആ വാതിൽ അടയുന്നത് ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ, തൻ്റെ ആത്മാവ് പിടിക്കപ്പെടുകയും എന്നിട്ട് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് ഗറഗറാന്നുള്ള ശബ്ദമുണ്ടാകുന്ന ആ നിമിഷം വരെ ഒരാൾക്ക് തൗബ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകാവസാനം വരെ ഈ തൗബ നിലനിൽക്കുന്നതാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, തൗബ, നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. പകലിൽ തെറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാർ അവർ രാത്രിയിൽ മടങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു തൻ്റെ കൈകൾ നീട്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ മടങ്ങാൻ, അവൻ്റെ തൗബ ഞാൻ സ്വീകരിക്കാം. ആരെങ്കിലും ഉണ്ടോ എന്നോട് ചോദിക്കാൻ, അവൻ്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ എന്നോട് പാപങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടാൻ, അവൻ്റെ പാപങ്ങൾ ഞാനിതാ പുറത്തു കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ അവരുടെ പാപങ്ങൾ പൊറുക്കാനും അവരുടെ മടക്കം സ്വീകരിക്കാനും അള്ളാഹ് കാത്തിരിക്കുകയാണ്. രാത്രിയിൽ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തെറ്റുകൾ പൊറുക്കാൻ, അവരുടെ മടക്കം സ്വീകരിക്കാൻ അള്ളാഹു പകലിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ അവസാനത്തെ ലക്ഷണമായിട്ടുള്ള സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് തുടങ്ങിയാൽ അതിനു മുമ്പ് ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരാളുടെ ഈമാൻ പിന്നെ സ്വീകരിക്കില്ല. അതിനു മുമ്പ് തൗബ ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ തൗബ പിന്നീട് സ്വീകരിക്കില്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. മൂസാ നബിയെയും തൻ്റെ കൂടെ ഓടിപ്പോകുന്ന ബനൂ ഇസ്രായേല്യരെയും പിടിച്ചു കെട്ടി അറുകൊല നടത്താൻ പിന്നിൽ പുറപ്പെട്ട ഫറോവ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിൻ്റെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹം വടികൊണ്ട് ആ സമുദ്രത്തിൽ ആഞ്ഞടിക്കുന്നു. ആ സമുദ്രം പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. കുല്ലു ഫിറഖിൻ കത്തൗദിൽ അദീം, വെള്ളം കൊണ്ട് മാറി നിന്നു. വലതു ഭാഗത്ത് വലിയൊരു മല പോലെ, ഇടതു ഭാഗത്ത് വലിയൊരു മല പോലെ. അതിൽ അവരുടെ മുന്നിൽ ഒരു വഴി, നല്ല യാബിസായ, നല്ല ഉണങ്ങിയ ഒരു വഴി. അതിലൂടെ മൂസ അലൈഹിസ്സലാം നടന്നു.
അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബനു ഇസ്രായേല്യരായ അനുയായികൾ അവർ പിന്തുടർന്നു. ഇത് കണ്ട് ഓടി വന്ന ഫറോവയും ഫറോവയുടെ കിങ്കരന്മാരും അവരും അതിലൂടെ നടന്നു. മൂസ അലൈഹിസ്സലാം മറുകര പ്രാപിച്ചു. കൂടെയുള്ള ബനു ഇസ്രായേല്യരും മറുകര പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് കൂടി. ആ കടലിൻ്റെ നടുവിൽ അവർ മുങ്ങിപ്പൊങ്ങി ചാവാനൊരുങ്ങുകയാണ്. ആ സമയത്ത് ഫറോവ സ്വീകരിക്കുന്നുണ്ട്, ആമന്തു ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ, ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബായ അള്ളാഹുവിൽ എൻ്റെ വിശ്വാസം ഇതാ രേഖപ്പെടുത്തുന്നു. റബ്ബി മൂസ വഹാറൂൻ, മൂസ അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാമും അവർ രണ്ടുപേരും എന്നോട് വന്ന് പറഞ്ഞ് പ്രബോധനം ചെയ്ത് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ആ റബ്ബില്ലേ, ആ അള്ളാഹുവിൽ ഞാനിതാ വിശ്വസിക്കുന്നു. പക്ഷേ ആ വിശ്വാസം ഫറോവക്ക് ഉപകരിച്ചില്ല. കാരണം തൗബ സ്വീകരിക്കുന്നതിൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറത്താണത്. ഇതിൻ്റെ മുമ്പ് അവിടെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞു, വെള്ളത്തിൽ മുങ്ങിച്ചാവുകയാണ്. ഈ ഘട്ടത്തിൽ പിന്നെ തൗബയില്ല. അങ്ങനെ തൗബ സ്വീകരിക്കും. ഇതാണ് മര്യാദ, ഇതാണ് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നതായ കനിവ്. അങ്ങനെ ആ വ്യക്തിയോട് പിന്നീട് ആ പണ്ഡിതൻ ഉപദേശിക്കുന്നു, മനുഷ്യ, നിങ്ങൾ നന്നാവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇനി ഈ നാട്ടിൽ നിൽക്കരുത്. ഞാൻ ആ കഥയിലേക്ക് തിരിച്ചു പോകുകയാണ്. താങ്കൾ നല്ലവനായി താങ്കളുടെ ശിഷ്ടകാലം ബാക്കിയുള്ള ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കണം എന്നുദ്ദേശിക്കുന്നുവെങ്കിൽ ഈ നാട്ടിൽ നിൽക്കരുത്. ഈ നാട്ടിൽ നിന്ന് താങ്കൾ പോകണം. കാരണം ഈ നാട് വളരെ ദുഷിച്ച ഒരു നാടാണ്. നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാട്ടിലെ നിവാസികൾ. മറിച്ച് ഒരു പ്രദേശം പറഞ്ഞു കൊടുത്തു, ആ നാട്ടിൽ നല്ലവരായ ആളുകൾ ധാരാളമുണ്ട്. ആ പ്രദേശത്തേക്ക് താങ്കൾ ചെന്ന് ചേരുക, അവരോടൊപ്പം ജീവിക്കുക, എങ്കിൽ താങ്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അയാൾ ഈ പണ്ഡിതന്റെ ഉപദേശം സ്വീകരിക്കുകയും ഇപ്പോൾ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുഷിച്ച നാട് വിട്ടുകൊണ്ട് നല്ല നാട്ടിലേക്ക് യാത്ര നടത്തുകയും ചെയ്തു. യാത്രാ മധ്യേ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നു. മലായികത്തുർ റഹ്മ വ മലായികത്തുൽ അദാബ്, കാരുണ്യത്തിൻ്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് റൂഹ് ആരേറ്റുവാങ്ങണം? മലായികത്തുർ റഹ്മ, കാരുണ്യത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, അദ്ദേഹത്തെ ഞങ്ങൾക്ക് തരൂ. കാരണം അദ്ദേഹത്തിന് മനസ്താപം വന്നിട്ടുണ്ട്, അദ്ദേഹം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന്. അദാബിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ആയിട്ടില്ല, അദ്ദേഹം തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അത് തഹ്ഖീഖായിട്ടില്ല, അത് പുലർന്നിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് തീർച്ചപ്പെടുത്താൻ പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ട നാട്ടിലേക്കാണോ അതല്ല അദ്ദേഹം എത്തിച്ചേരാൻ പോകുന്ന നാട്ടിലേക്കാണോ മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് ദൂരം കുറവ്? അതവരോട് കണക്കാക്കാൻ പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ടിട്ടുള്ള സ്ഥലമാണെങ്കിൽ അത് ദുഷിച്ച നാടാണ്. അദ്ദേഹം ലക്ഷ്യമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അത് നല്ല നാടുമാണ്. ഏതാണ് കൂടുതൽ അടുത്ത്? അങ്ങനെ ദൂരം അളന്നപ്പോൾ അദ്ദേഹം എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന നല്ല നാട്ടിനോടാണ് കൂടുതൽ അടുത്ത്. അദ്ദേഹം വിട്ടുപോന്നിട്ടുള്ള ദുഷിച്ച നാട്ടിൽ നിന്ന് കുറെ കൂടുതൽ പോന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, നല്ല നാട്ടിലേക്ക് അദ്ദേഹം അടുത്താണല്ലോ കിടക്കുന്നത്, റഹ്മത്തിന്റെ മലക്കുകൾക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് വിട്ടുകൊടുക്കൂ. ഈ കഥയിൽ ഇത് സംഭവിച്ചൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക സമുദായങ്ങളിൽ നടന്നൊരു കാര്യം നമുക്ക് ഒരു ഗുണപാഠത്തിന് വേണ്ടിയിട്ട്, ഇബ്റത്തിന് വേണ്ടി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. ഇതിൽ ഉള്ള പാഠം എന്താണ്? നമ്മുടെ വിശ്വാസം അത് നിലനിർത്തുന്നതിന്. വിശ്വാസം എന്ന് പറയുമ്പോൾ വെറും മനസ്സിലുള്ളൊരു കാര്യമല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് അതിൻ്റെ നിർവചനം പറഞ്ഞു. عند أهل الإسلام والسنة هو تصديق بالجنان وإقرار باللسان وعمل بالجوارح والأركان يزيد وينقص يزيد بالطاعة وينقص بالمعصية. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മനോവ്യാപാരങ്ങൾ പോലെ തന്നെ നാവിൻ്റെ പ്രഖ്യാപനവും ശരീരാവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഈമാനിൻ്റെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ നല്ല നാട്ടിലേക്ക് അദ്ദേഹം പോവുക എന്ന് പറഞ്ഞാൽ അവിടെ നല്ല സാഹചര്യങ്ങളിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റും. ദുഷിച്ച സാഹചര്യങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ ഈമാനിന്റെ നില താണുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഒരു ഉദാഹരണത്തിലൂടെയാണ് കാര്യങ്ങൾ നമുക്ക് അല്ലാഹു വിശദീകരിക്കുന്നത്. ഇപ്രകാരം ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിച്ചത്. വൽ ബലദു ത്വയ്യിബ്, ഒരു നല്ല നാട്, യഖ്റുജു നബാതുഹു, ആ നാട്ടിലെ സസ്യങ്ങൾ അവിടെ മുളച്ചു വരുന്നത്, ആ നാട് നല്ല നല്ല സസ്യങ്ങളാണ് ആ നാട്ടിൽ നിന്നുണ്ടായിത്തീരുന്നത്. വല്ലദീ ഖബുസ്, എന്നാൽ ഒരു ദുഷിച്ച നാട്, ലാ യഖ്റുജു ഇല്ലാ നകിദാ, ഒന്നിനും പറ്റാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത മുൾച്ചെടികൾ പോലെയുള്ള ചില ചെടികൾ മാത്രമേ ആ നാട്ടിൽ ഉണ്ടാവുകയുള്ളൂ. നല്ല നാടാണെങ്കിൽ നല്ല നല്ല ചെടികൾ, നല്ല നല്ല വൃക്ഷങ്ങൾ, നല്ല നല്ല ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടായിക്കോട്ടെ. ദുഷിച്ചൊരു നാടാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത, ഒരു ഉപകാരത്തിനും പറ്റാത്ത ചെടികളെ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഈ ആയത്തും കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ശരിയായൊരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ, ഒരു മനുഷ്യന്റെ ഇസ്ലാം, ഒരു മനുഷ്യന്റെ നല്ല ജീവിതം, ആ നല്ല ജീവിതത്തിന് ഏറ്റവും സഹായകരമായ കാര്യമാണ് ബാഹ്യമായ ചുറ്റുപാടുകൾ മോശമാകുമ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തിനുള്ള നന്മയെ, അദ്ദേഹത്തിന്റെ ഈമാനിനെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കും. ഒരു നാട് അത് നല്ല നാടാണ് എങ്കിൽ അത് അദ്ദേഹത്തിന് ഈമാൻ വർദ്ധിപ്പിക്കുവാനും അദ്ദേഹത്തിനുള്ള നന്മ പെരുപ്പിക്കുവാനും അദ്ദേഹത്തിന് കൂടുതൽ സഹായകമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈമാൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാവുന്നൊരു കാര്യമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ ഒരുപാട് വർദ്ധിപ്പിക്കാം. ഇത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹദീസിൽ അല്ലെങ്കിൽ അസറിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ കൂട്ടാളികളോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്, തആലൗ, നിങ്ങൾ വരുവീൻ, നജ്ലിസ് ബിന, നമുക്ക് ഒരുമിച്ചിരിക്കാം, എൻ്റെ കൂടെ ഇരിക്കി, ഞാൻ നിങ്ങളെ കൂടെ ഇരിക്കട്ടെ. നുഅ്മിൻ സാഅതൻ, എന്തിനാ നമ്മൾ ഇരിക്കുന്നത്? നുഅ്മിൻ, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. സാഅതൻ, ഒരു യാമം, കുറച്ച് സമയം നമുക്കിരുന്ന് നതദാക്കറുല്ലാഹ് അല്ലെങ്കിൽ നദ്കുറുല്ലാഹ്, രണ്ടും റിവായത്തുകളിൽ കാണുന്നു, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാം, അവന്റെ അസ്മാഉകൾ നമുക്ക് പറയാം, അവന്റെ സിഫാത്തുകൾ നമുക്ക് പഠിക്കാം, അവന്റെ അഹ്കാമുകൾ, അവൻ നമുക്ക് നൽകിയിട്ടുള്ളതായ അഹ്കാമുകൾ, വിധിവിലക്കുകൾ, അത് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ കലാം, അവന്റെ വചനങ്ങൾ, ആ വചനങ്ങൾ നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള അവന്റെ അഖ്ബാറുകൾ, അവൻ നമ്മെ അറിയിച്ചിട്ടുള്ള അഖ്ബാറുകൾ, വൃത്താന്തങ്ങൾ, അത് നമുക്ക് വായിക്കാം, അതിലുള്ള ഇബറത്തുകൾ അത് നമുക്ക് ഉൾക്കൊള്ളാം. അങ്ങനെ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. ഇവിടെ നമ്മൾ ഒരു നിമിഷം നിന്ന് അല്പം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം, അതല്ലെങ്കിൽ ഒരു ദർസ്, ഇങ്ങനെയുള്ള കാര്യത്തിന് വരുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ? പലരുടെയും മനസ്സിലുള്ളത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഞാൻ മുസ്ലിമാണ്, എനിക്ക് കുറേ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കുറേ ഇസ്ലാമും അതേമാതിരി ഇത്തരം കാര്യങ്ങൾ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരും ചെയ്യണമെന്നുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു സോഷ്യൽ ഫാക്റ്റ്, അവരുടെ കൂടെ ആ പോകുന്നത് ഒരു മര്യാദയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നവരുണ്ട്.
വേറെ ചില ആളുകളുണ്ട്, ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വരും. ആദ്യ സമയം അവർ സുബൈക്ക് അവിടെ ഉണ്ടാവും. കഴിഞ്ഞിട്ട് എല്ലാവരും പോകുമ്പോഴും അയാൾ പോയിക്കോണമെന്നില്ല. അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ സംസാരിച്ചിരിക്കും. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞ് ചോദിച്ചുകൊണ്ടും ഇരിക്കും. എന്തിനാണ് ചോദിക്കുന്നത്? അറിവ് വർദ്ധിപ്പിക്കാൻ. എന്താണ് ഈ അറിവ്? അത് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ, കുറേ വിവരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൂടിക്കോട്ടെ. ഒരു അക്കാദമികമായ താല്പര്യം, അതിനു വേണ്ടിയിട്ട് ഫുള്ള് ഇതിലുണ്ടാവും. അവരെ വേറിരിക്കാൻ കഴിയില്ല. അതാണോ ഈ വരവിൻ്റെ ലക്ഷ്യം? അതോ? ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ എവിടെ എത്തി? ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അതിനപ്പുറം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ജീവിതത്തിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം സാമാന്യം കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസം വേണം. അതുപോലെ തന്നെ ജീവിക്കാൻ അത്യാവശ്യം ഒരു ചുറ്റുപാടുകളൊക്കെ വേണം. ഭൗതികമായ കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിഗതികളൊക്കെ ഭദ്രമാവണം. അതിനൊക്കെ പറ്റുന്ന തരത്തിൽ അത്യാവശ്യം ഒരു വെൽ സെറ്റപ്പിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് എന്താണ്? ഇനി എന്താ? ഒന്നുമില്ല, ആയല്ലോ, വാഴ കുലച്ചു, ഇനി എന്താ? ഇനി എന്തെങ്കിലും വരുന്ന കാത്തിരിക്കാട്ടോ, ഇനി ഒന്നും കാത്തിരിക്കാല്ല. അപ്പോൾ ഒരു സമയം തീർക്കാൻ വേണ്ടി വരുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതുമല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം ഇതാണ്. നുഅ്മിൻ സാഅത്തൻ. ഇത് വരുന്ന കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇത് ഇത് പ്രവർത്തനത്തിൽ നിന്നൊന്നും വേറിരിക്കാൻ പറ്റുന്ന ഒരു തിരിവല്ല കേട്ടോ. ഇത് ആളുകളെ നോക്കിയിട്ട് അവൻ ഈ ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി, ഇത് ഫോർത്ത് മാറിക്കട്ടെ, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഇത് വേറിരിക്കാൻ പറ്റുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. ഇതൊരു മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ വേറെ എല്ലാം നമുക്ക് മാപ്പ് ചെയ്യാൻ ടെക്നോളജി ഉണ്ടാകും. പക്ഷെ മാപ്പ് ചെയ്യാൻ ഒരിക്കലും ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ മനസ്സിൻ്റെ ഈ നില. അത് മാപ്പ് ചെയ്യാൻ ഒരു സംവിധാനമല്ല. അത് തീർച്ചപ്പെടുത്താൻ കഴിയുന്നത് ഈ ഹൃദയം സൃഷ്ടിച്ച, ഹൃദയത്തെ നിയന്ത്രിക്കുന്ന, ഹൃദയത്തെ തസ്രീഫ് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അത് തീർച്ചപ്പെടുത്തുക സാധ്യമല്ല. പക്ഷെ ഉണ്ട്, ഒരു കൗമ് കൂടുമ്പോൾ അതിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ഉണ്ട്. അത് ഇല്ലാതെക്കൂല. നന്മയുള്ള ആളുകൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ അത് ഖിയാമത്ത് നാളിലേ വരൂ. അവരില്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ അലൈഹിം തഖൂമു സ്സാഅ, അവരുടെ മേലാണ് ഖിയാമത്ത് നാൾ വരിക. മറിച്ച് നന്മയുള്ള, ആ നന്മയുടെ പുലരണമെന്ന് അത്യധികം ആഗ്രഹിക്കുക മാത്രമല്ല, അതിനു വേണ്ടി ശരിയായ വഴിയിൽ അള്ളാഹുവും അവൻ്റെ റസൂലും നിഷ്കർഷിച്ചിട്ടുള്ള ശരിയായ വഴിയിൽ അധ്വാനിക്കുന്ന ആളുകളുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹ് നിലനിർത്തുക ചെയ്യും. തോനെ കാണില്ല, അത് മുകളിൽ കാണില്ല, അതത്ര വിസിബിൾ ആവില്ല. സത്യവും അസത്യവും തമ്മിലുള്ള പ്രപ്പോർഷൻ പറയുന്നിടത്ത് സത്യവും അസത്യവും തമ്മിൽ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ അതിമനോഹരമായ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു ആകാശത്ത് നിന്നും വെള്ളം ഇറക്കി. ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹ. ആ മഴവെള്ളം ഉണ്ടല്ലോ, ഒലിച്ചു വന്നിട്ട് അത് താഴ്വരകളിൽ കെട്ടിനിന്നു. മലകളിൽ ഇങ്ങനെ പെയ്ത വെള്ളം ഒന്നായിട്ട് കുത്തിയൊലിച്ചിട്ട് വന്നിട്ട് മലകൾ അവസാനിക്കുന്ന 2 മലകൾ അല്ലെങ്കിൽ 4 ഭാഗത്തുമുള്ള മലകളിലെ വെള്ളം ഒന്നിച്ചു വന്ന് കുത്തിയൊലിച്ചു വന്ന് നിൽക്കുന്ന സ്ഥലമാണ് താഴ്വരകൾ. ആ താഴ്വരകളിൽ വെള്ളം കെട്ടിനിന്നു. അങ്ങനെ വെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ ആ മഹാപ്രവാഹത്തിന്റെ മുകൾ പരപ്പിൽ 4 ഭാഗത്തു നിന്നും കുത്തിയൊലിച്ചു വരുന്ന വലിയ വെള്ളം അതിങ്ങനെ ഒഴുകി വരുമ്പോൾ ആ വെള്ളത്തിന്റെ മുകൾ പരപ്പിൽ ചണ്ടികളും ചവറുകളുമാണ് നിറഞ്ഞു കാണുന്നത്. നമ്മുടെ ജീവിതമാകുന്ന ഈ മഹാപ്രവാഹത്തിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇതേപോലെ ചണ്ടികളെയും ചവറുകളെയാണ് കാണാൻ പറ്റുക. വമിമ്മാ തൂഖിദൂന ബിഹി, അതുപോലെ തന്നെ നിങ്ങൾ തീ കത്തിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി, ലോഹമുരുക്കി ആഭരണം ഉണ്ടാക്കുമ്പോഴും അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ആഭരണം ഉരുക്കുമ്പോൾ അതിലുള്ള ചെളിയും അതിലുള്ള
വേണ്ടാത്ത ഫിൽത്തുകളെല്ലാം അത് ഉരുക്കുന്ന സമയത്ത് മുകളിൽ വരും. എന്നാൽ നല്ലത് കടഞ്ഞെടുത്ത ലോഹം, അതുപോലെ തന്നെ ഈ പ്രവാഹം കുത്തിയൊലിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ഉപകരിക്കുന്ന നല്ല വസ്തുക്കൾ അത് ആ പ്രവാഹത്തിന്റെ അടിത്തട്ടിൽ, ആ കറണ്ടിന്റെ ആ പ്രവാഹത്തിന്റെ അടിത്തട്ടിൽ, അതിന്റെ ബോട്ടത്തിൽ തങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അത് പെട്ടെന്ന് നിരീക്ഷിക്കാൻ കാണൂല. നമ്മൾ ഒറ്റ നോട്ടം നോക്കിയാൽ ഈ ജീവിതമാകുന്ന പ്രവാഹത്തിന്റെ മുകൾ പരപ്പിൽ ഇത്തരത്തിലുള്ള നന്മകളോ നന്മയുള്ളവരെയോ നമുക്ക് കാണാൻ കഴിയില്ല. അവർ അതിന്റെ അടിത്തട്ടിലുണ്ടാവുക. എന്നാൽ ഈ ചവറുകളും ചണ്ടികളും എല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വിലല്ലാതെ വെറുതെ അങ്ങ് നശിച്ച് അതങ്ങ് പൊലിഞ്ഞു പോകും. എന്നാൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് മാ കാന ലില്ലാഹി ബഖി. ഇമാം മാലിക് പറഞ്ഞതുപോലെ മാ കാന ലില്ലാഹി ബഖി, അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളത്, അത് ഉപകാരപ്രദമായത് അത് അവശേഷിക്കും. അത് പക്ഷെ പെട്ടെന്ന് നോക്കിയാൽ കാണൂല. അത് മുകൾ പരപ്പിലുണ്ടാകില്ല, അത് അടിത്തട്ടിലാണ് ഉണ്ടാവുക. ഇതൊരു കാര്യമാണ്. ഈ യാത്രകൾ, ഈ ഒത്തുകൂടലുകൾ, അതുപോലെ തന്നെ ഈ പ്രഭാഷണങ്ങൾ, ദർസുകൾ, ഇതൊക്കെ എന്തിനാണ്? ഈമാൻ വർദ്ധിപ്പിക്കാനാണ്. മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ പുതിയ കാര്യങ്ങൾ വേറെ കേൾക്കുക, ഗരീബ്, മുമ്പില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുറേ പുതിയത് കേൾക്കുക. അതുപോലെ തന്നെ മറ്റാർക്കും പറയാൻ പറ്റാത്ത കഴിയാത്തത് പുതിയത് പറയുക, പുതിയത് കേൾക്കുക. വേറൊരുത്തരുമായിട്ട് ജാഹിര്യങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടാത്തത് എനിക്ക് പറയാൻ പറ്റുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ഈ നേട്ടങ്ങളൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ജുഫ, അത് ചവറാണ്, അത് ചണ്ടിയാണ്, അതാണ് മുകൾ പരപ്പിലുള്ളത്, അതേ വിസിബിൾ ആവുള്ളൂ. ഉപകാരപ്രദമായ കാര്യം അത് ഈ പ്രവാഹത്തിന്റെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടാകും. അത് ഈമാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവനെക്കുറിച്ച് പറയാനുള്ളത് പറയാം. അവനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരക്ഷരം പറയാൻ അവകാശമല്ല. പറയാൻ അവകാശമുള്ളത് അവന് മാത്രമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പറയും? പറയണമെങ്കിൽ ഒരു 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 വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ എന്തു വേണം? ഒന്നുകിൽ ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അനലിറ്റിക്കലായി നമുക്ക് അതിനെ അപഗ്രഥിച്ച് പഠിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡി അതിന് വഴങ്ങുന്ന ഒരു സംഗതിയല്ല അള്ളാഹിനെ കുറിച്ചുള്ള പഠനം, ഒരിക്കലുമല്ല. അത് ലാബിൽ കൊടുത്ത് അതിൻ്റെ ഓരോ എലമെൻസും വേർതിരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷൻസ് മനസ്സിലാക്കി അതിൻ്റെ കോമ്പിനേഷൻസ് മനസ്സിലാക്കി അതുമായിട്ടുള്ള മറ്റു വസ്തുക്കൾ റിയാക്ട് ചെയ്യുന്ന രൂപങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡിക്ക് വഴങ്ങുന്ന ഒരു വിഷയത്തിലല്ലത്. അല്ലെങ്കിൽ നമ്മൾ പഠനം നടത്തുന്ന രണ്ടാമത്തെ രീതി അത് കമ്പാരറ്റീവ് സ്റ്റഡിയാണ്. മറ്റുള്ള സമാനമായ മറ്റു വസ്തുക്കളുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് പഠിക്കണം. അതിനും നിവൃത്തിയില്ലാത്ത വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറ്റേതെങ്കിലും ഒരു കാര്യത്തോട് താരതമ്യം ചെയ്യുക എന്നത് ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ, അതിൻ്റെ സാധ്യത അല്ലാഹു തീർത്തുകളഞ്ഞു. അവന് മിസ്ലില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒന്നിനോട് താരതമ്യം ചെയ്യാൻ, സാദൃശ്യപ്പെടുത്താൻ, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ അവന് തുല്യനായി അവന് സമമായി ഒന്നുമേ ഇല്ല എന്ന കാര്യം അഫർമേറ്റീവായിട്ട് അല്ലാഹു അവിടെ പറഞ്ഞു. ലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുഫുവായിട്ട് സമമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേറൊന്നുമില്ല. അല്ലാഹ് അനിതരമായിട്ടുള്ള, അദ്വിതീയമായിട്ടുള്ള, അതുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റേത്. അത് രണ്ടും ഉറപ്പിച്ചല്ല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഹൽ തഅലമു ലഹു സമീയ, ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമമായി പറയാവുന്ന, അള്ളാഹിനോട് താരതമ്യം ചെയ്യാവുന്ന, സമപ്പെടുത്താവുന്ന ഏതെങ്കിലും ഒന്നുണ്ടോ?
അള്ളാഹിൻ്റെ അതേപോലത്തെ ഒരു പേര് വെച്ച് കൊടുക്കാൻ, അള്ളാഹ്ക്കുള്ള അതേപോലത്തെ ഒരു വിശേഷണം, എന്തെങ്കിലും അത്രയുള്ള ഒരു ക്വാളിറ്റി അങ്ങോട്ട് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ സമമായ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ ഇല്ല എന്നതിനേക്കാളും വലിയ മീനിങ് അതിനുണ്ട്. എന്താ അറിയോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിക്കാനാണ്. അതിൽ തഹദ്ദിൻ മഅന തഹദ്ദി, അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരി എന്നൊരു ചലഞ്ച് കൂടി അതിലുണ്ട്. എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ, തുല്യന്മാരെ, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരുത്തരെയും നിങ്ങൾ വെക്കരുത്, നിശ്ചയിക്കരുത്. സാധ്യമല്ല. അപ്പൊ ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ പിന്നെ എന്ത് മാത്രമേ സാധിക്കുള്ളൂ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ നമുക്കെന്തെങ്കിലും അവന്റെ പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ മുഖേന വഹിയിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുക, വേറെ വഴിയില്ല. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുബ്ഹാന റബ്ബിക്, നിന്റെ റബ്ബ് തീർത്തും ഒഴിവാണ്. റബ്ബിൽ ഇസ്സ, ഇസ്സത്തിന്റെ ഉടമയായിട്ടുള്ള റബ്ബാണ്, ഇസ്സത്തുള്ള റബ്ബാണ്. അമ്മാ യസിഫൂൻ, പടപ്പുകൾ അവനെക്കുറിച്ച് പറയുന്ന, അവന്റെ സൃഷ്ടികൾ അവനെക്കുറിച്ച് പറയുന്ന, പ്രചരിപ്പിക്കുന്ന, ആരോപിക്കുന്ന, നിരൂപിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിവാണ്. അതിൽ നിന്ന് അതുമായിട്ട് അവനൊരു ബന്ധമല്ല, അതിൽ നിന്ന് എത്രയോ ഉയരത്തിലാണവൻ. ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്, പലർക്കും പലതും പറയാണ്ടാകും. ജാക്കിർ നായിക്ക് ദൈവത്തെ വിശേഷിപ്പിക്കുമ്പോൾ ജാക്കിർ നായിക്കിന്റെ തലയിൽ തോന്നുന്ന കുറേ കാര്യം അദ്ദേഹത്തിന് പറയാണ്ടാകും. അതേപോലെ തന്നെ ഇവിടെയുള്ള ഹിസ്ബികളിൽപ്പെട്ട ഓരോ ഹിസ്ബികളും അവര് പഠിച്ച, അവരുടെ കക്ഷികൾ അവർക്ക് ചൊല്ലിക്കൊടുത്ത കുറേ കാര്യങ്ങൾ അവരുടെ ലോജിക്കനുസരിച്ച് അവർക്ക് പറയാണ്ടാകും. ഇങ്ങനെ ആരൊക്കെ പഴയ കാലത്തും ആധുനിക കാലത്തും അള്ളാഹിനെ കുറിച്ച് അവരുടെ ലോജിക്കനുസരിച്ച് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞ കാര്യവുമായിട്ട് അള്ളാഹുവിൻ്റെ ഒരു ബന്ധമല്ല. അതിൽ നിന്നെല്ലാം എത്രയോ ഉയരത്തിലാണ്, ഉന്നതനാണ് റബ്ബ്. പടപ്പുകൾ അള്ളാഹിനെ കുറിച്ച് നിരൂപിക്കുന്ന, ആരോപിക്കുന്ന, നിരൂപിക്കുന്ന, അവനിലേക്ക് ചേർത്തിപ്പറയുന്ന ഒരു കാര്യവും അള്ളാഹു വകവെച്ചില്ല, ഒക്കെ നിഷേധിച്ചു. അതിൽ നിന്ന് അള്ളാഹു ഒഴിവാണെന്നും അതിൽ നിന്ന് അള്ളാഹു ഉയരത്തിലാണെന്നും അതുമായിട്ട് അള്ളാഹുവിൻ്റെ ഒരു ബന്ധമില്ലെന്നും അത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കരുതെന്നും അള്ളാഹു തീർത്തു പറഞ്ഞു. വസലാമുൻ അലൽ മുർസലീൻ, തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു വസലാമുൻ അലൽ മുർസലീൻ, അള്ളാഹ് നിയോഗിച്ച് നിങ്ങളിലേക്ക് അയച്ചിട്ടുള്ള മുർസലീങ്ങളുണ്ട്, അവരുടെ മേൽ അള്ളാഹിന്റെ സലാമത്തുണ്ട്. കാരണം അള്ളാഹുവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹിനെ കുറിച്ച് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അവരായിട്ട് പറഞ്ഞതല്ല, അള്ളാഹു അവർക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. അത് മാത്രമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് സലാമത്തുണ്ട്. അപ്പൊ അള്ളാഹ് വഹിയിലൂടെ അറിയിച്ച അമ്പിയാക്കന്മാർ ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമേ അള്ളാഹിന്റെ കാര്യത്തിൽ പറയാൻ പറ്റൂ. അത് മാത്രമേ അള്ളാഹുവിന്റെ കാര്യത്തിൽ പറയാൻ പറ്റൂ, മറ്റൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അഭിസംബോധന ചെയ്ത് പറയുന്നിടത്ത് അൻത കമാ അസ്നൈത അലാ നഫ്സി അൻത കമാ അസ്നൈത അലാ നഫ്സിക് ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക് ലാ നുഹ്സി സനാഅൻ അലൈക, നിന്നെക്കുറിച്ചുള്ള വർണ്ണനകൾ ഞങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്തെല്ലാം കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ, അത് ഞങ്ങൾക്ക് പറയാൻ തിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിയുടെ പരിധിയിൽപ്പെട്ടൊരു വിഷയമേ അല്ല അത്. അൻത കമാ അസ്നൈത അലാ നഫ്സിക്, നീ തന്നെ നിന്നെക്കുറിച്ച് എന്തൊക്കെയാണോ വർണ്ണിച്ചത്, വിശേഷിപ്പിച്ചത്, അതേ പ്രകാരത്തിലാണ് റബ്ബേ നീ. ഇങ്ങനെ അള്ളാഹിന്റെ കാര്യം, അള്ളാഹിനെ കുറിച്ച് പറയാവുന്ന കാര്യം, അള്ളാഹിനെ കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന കാര്യം, അള്ളാഹിനെ വിളിക്കാവുന്ന കാര്യം, അള്ളാഹിന്റെ പേരുകളാകട്ടെ, അവന്റെ വർണ്ണനകളാകട്ടെ, അവനെ കുറിച്ചുള്ള വൃത്താന്തങ്ങളാകട്ടെ, അതെല്ലാം തന്നെ
അള്ളാഹു നമുക്കറിയിച്ചു തന്ന അതേ പ്രകാരത്തിലല്ലാതെ അതിൽ ഒരക്ഷരം കൂട്ടാൻ കുറക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് അത് കൂടുതൽ 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 അതിരിക്കുക, പഠിക്കുക. ഇത് പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം എവിടെയെന്നറിയാം. ഈ പറഞ്ഞ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എവിടെ വരും എന്നറിയാം. അപ്പം നമ്മൾ ചുരുങ്ങും. ഒരു മനുഷ്യൻ ശരിക്ക് ചുരുങ്ങും. ചുരുങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ബുദ്ധി എന്നത് രണ്ടും ഇല്ലാതാവും. ഞാനും എൻ്റെ ബുദ്ധിയും എന്നുള്ള ആ ഭാവം അതങ്ങ് പറ്റ പോകും. മറിച്ച് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നുള്ളിടത്തെത്തും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. അൻ തുസല്ലിമ ലില്ലാഹ് വതസ്ലമൽ മുസ്ലിമൂന മിൻ ലിസാനിക വയദിക്. നീ പൂർണ്ണമായി അള്ളാഹുവിന് ഒരു ടോട്ടൽ സബ്മിഷൻ, പൂർണ്ണമായ ഒരു സമർപ്പണം. നിന്റെ നാവിൽ നിന്ന്, നിന്റെ കൈകളിൽ നിന്ന് മറ്റുള്ള വ്യക്തികൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുക. അപ്പം നിന്റെ ഇസ്ലാം പൂർണ്ണമായി. അള്ളാഹ്ക്കുള്ള പൂർണ്ണമായ സബ്മിഷനാണ്, പൂർണ്ണമായ കീഴ്പ്പെടൽ. എന്ത്? അപ്പോൾ മാത്രമേ ജീവിതത്തിനൊരു അർത്ഥം വരുള്ളൂ, ജീവിതത്തിൽ നിന്ന് മടുപ്പ് നീങ്ങുള്ളൂ, ജീവിതത്തിലൊരു വെളിച്ചുണ്ടാവുള്ളൂ, ജീവിതത്തിനൊരു ലക്ഷ്യം നമുക്ക് കാണുള്ളൂ. മറ്റത് കര കാണാത്തൊരു കടലിലേക്ക് ഇറങ്ങിയ മാതിരി ഉണ്ടാവും. ബഹറുല്ലാ സാഹിലല. അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്തുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഉബൂദിയ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ സ്ഥിതി എന്താ? നോക്കിയാൽ അറ്റം കാണാത്തൊരു കടല്. എവിടെ കയറേണ്ടത്? അങ്ങോട്ട് നീന്തിയാലാണോ ഇങ്ങോട്ട് നീന്തിയാലാണോ? ഏത് ദിശയിൽ പോയാലാണ് കരയിലേക്ക് എത്തുക? അതിന് കര കാണണ്ടേ? കര കാണാത്തൊരു കടലായിരിക്കും. ആകെ അമ്പരപ്പിലും അന്താളിപ്പിലുമായിരിക്കും ആ വ്യക്തി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ഉബൂദിയ്യത്തിലാണ്. ഒരു മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ഉബൂദിയ്യത്തിലാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ലതായിഫിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കൃതികളിലും പറഞ്ഞു, അള്ളാഹുവിനുള്ള ഈ ഉബൂദിയ്യത്ത് ഒരു മനുഷ്യൻ പൂർത്തീകരിക്കുമ്പോൾ അയാൾ മനുഷ്യന്റെ മഹത്വം, മനുഷ്യൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന ആ മഹത്വം കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? എൻ്റെ മീതെ അള്ളാഹു മാത്രം. ഞാൻ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള അടിമ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുത്തിരിക്കുന്നു, അവനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, അവനത് ഏറ്റെടുത്തിരിക്കുന്നു. അവൻ ഇന്നത് ചെയ്യൂ, ഞാനത് ചെയ്യുന്നു. അവൻ ഇന്നത് ചെയ്യരുത്, ഞാനതിൽ നിന്ന് മാറി നിൽക്കുന്നു. അവൻ ഇന്ന ദിശയിലേക്ക് പോകണമെന്ന് പറയുന്നു, ഞാൻ ആ ദിശയിൽ പോകുന്നു. അവൻ ഇന്ന രൂപത്തിൽ നീ പ്രവർത്തിക്കണമെന്ന് പറയുന്നു, അത് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലം എനിക്ക് അവൻ കണക്കാക്കിയത് എനിക്ക് കിട്ടും. എനിക്ക് കണക്കാക്കാത്തൊരു കാര്യം ഇനി ആരൊക്കെ മറിച്ച് ഞാൻ ചെയ്താൽ കിട്ടുമോ? കിട്ടാനിരിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞ പ്രകാരം പോകുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് അത്രയും അവൻ എന്നോട് ആജ്ഞാപിച്ചത് കൊണ്ടാണ് അത് ഞാൻ ചെയ്തു. അതിൽ ചില നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടിയാൽ അതവൻ ദുനിയാവിൽ നിന്നേ കണക്കാക്കി വെച്ചതാണ്. നമ്മൾ ദുനിയാവിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ചിലത് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, അത് വേണ്ടെന്ന് അള്ളാന്റെ തീരുമാനത്തിലുള്ളതാണ്. അതില്ലാതിരിക്കലായിരിക്കും എനിക്ക് ഖൈറ്. നമ്മളതിൽ സമാധാനപ്പെടുന്നു, നമ്മൾ നിരാശപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും അർത്ഥമുണ്ട്, നമ്മുടെ ഓരോ ചലനത്തിനും അർത്ഥമുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ലക്ഷ്യമുണ്ട്. നമുക്ക് ഒരു വലിയ ആശ്രയമുണ്ട്, ഒരു അത്താണിയുണ്ട്. മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഉബൂദിയ്യത്തിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു പോയാൽ അയാൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ പിന്നീട് അവന്റെ ദേഹേച്ഛയുടെ അടിമയായിരിക്കും, അല്ലെങ്കിൽ പിശാചിന്റെ അടിമയായിരിക്കും. അവിടെ ഒരു വാക്കം നില കടക്കൂല. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ അള്ളാന്റെ അടിമയല്ല, ആരി അടിമയല്ല, അല്ല. അള്ളാന്റെ അടിമ ആകണമെങ്കിൽ ആകാം. മനുഷ്യനിലുള്ള മഹത്വം, മാനവ മഹത്വം, ആ പൂർണ്ണത അവന് കൈവരിക്കാം. അല്ലെങ്കിൽ അള്ളാഹ്ക്കുള്ള അടിമത്വത്തിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു പോയാൽ
തൽസ്ഥാനത്ത് അവിടെ വരുന്നത് ഉബൂദിയ്യത്തു ഹവാ ഔ ഉബൂദിയ്യത്തു ശൈത്വാൻ. ഹവയുടെ അടിമയാകട്ടെ. അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിന്റെ അടിമകളല്ലാത്ത മനുഷ്യന്മാരൊക്കെ അവർക്ക് ചില അഭിലാഷങ്ങളുണ്ട്, വില കുറഞ്ഞ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ. അതെന്തിന് അവർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യുന്നതൊക്കെ പാളും. മനസ്സിന് സമാധാനമല്ല. അവരെവിടെങ്കിലും എത്തിയെന്ന് അവർക്ക് എന്ത് തോന്നുന്നില്ല. പുറമെന്ന് നോക്കുന്നവൻ അയാൾ അത്ര വലിയ ആളാണ്, അയാൾ ഇത്ര വലിയ ആളാണ്, അയാൾ ഇത്ര നേടി, ഇത്ര സ്വത്ത്, ഇത്ര എസ്റ്റേറ്റ്, ഇത്ര കാർ, ഇത്ര എന്നത് മറ്റു പലതും പറയാണ്ടാവും. പക്ഷെ അയാൾക്ക് തന്നെ തോന്നുന്നില്ല എന്തിതൊക്കെ ആയിട്ട് ഒരു ലക്ഷ്യമല്ല. അയാളുടെ ഹവ അയാൾക്കെന്ന് തോന്നുകയാണ് അത് വേണ്ട, അപ്പം അത് പൊളിക്കും. നാളെ തോന്നുകയാണ് അല്ല മറ്റൊന്ന് അതേപോലത്തത് അപ്പുറത്ത് വേണോ, അതുണ്ടാക്കും. ഇങ്ങനെ പൊളിക്കലും നിർമ്മിക്കലും അയാൾ യതനാഖവ്, ആന്തരവൈരുദ്ധ്യത്തിന്റെ പിടിയിൽ അയാൾ അമർന്നു പോകും. അല്ലെങ്കിൽ വഹുവ ഫി ഉബൂദിയ്യത്തി ശൈത്വാൻ, പിശാചിന്റെ അടിമയായിരിക്കും. പിശാച് അവനെ കൊണ്ട് പലതും ചെയ്യിക്കും. ആദ്യം അവന് കുറെ അവന്റെ ടെംപ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മുന്നിൽ ഇട്ട് കൊടുക്കും, കുറെ അതിന്റെ പിന്നാലെ നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന കുറെ കാര്യങ്ങളിലേക്ക് പോകും. അത് പരമാവധി മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഇത്തരത്തിലുള്ള സാഡിസ്റ്റ് മനോഭാവങ്ങൾ, അതിൻ്റെ രുചികൾ അനുഭവിച്ചിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നന്മകൾ എവിടെയൊക്കെ ഉണ്ടോ ആ നന്മകളെ മുഴുവനും തച്ചുകെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകും. പിന്നെ അവൻ പലതിനെയും ആരാധിക്കും. കണ്ടതിൻ്റെയൊക്കെ മുന്നിൽ അവൻ ആരാധിച്ചു വീഴും. അള്ളാഹിന്റെ ഉബൂദിയ്യത്തിൽ നിന്ന് കുതറി മാറിയ മനുഷ്യൻ പിന്നീട് പോകുന്നത് കല്ലിൻ്റെയും കരടിൻ്റെയും അതുപോലെ തന്നെ ഖബറിൻ്റെയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ അവർ മഹാന്മാരെന്ന് കരുതുന്ന വ്യക്തികളുടെയും പലതിൻ്റെയും അടിമകളായിട്ട് അതിൻ്റെ മുന്നിൽ പോയിട്ട് അവസാനം തല വെച്ചു കൊടുക്കും. പിന്നെ പിശാചിനെ തന്നെ ആരാധിക്കുന്നതിലേക്ക് പോകും. അതുകൊണ്ട് ഉബൂദിയ്യത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് കമാലുൽ ഇൻസാൻ, അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുക, അവന് സർവഥാ കീഴ്പ്പെടുക എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ ആ ഹിതത്തിന് ടോട്ടൽ സബ്മിഷൻ ടു ദ വിൽ ഓഫ് അല്ലാഹ് എന്ന് പറയുന്നത് അത് കമാലുൽ ഇൻസാൻ, മനുഷ്യന്റെ കമാലാണ്, അവന്റെ പെർഫെക്ഷൻ അതിലാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. അതിന്റെ സാച്ചുറേഷൻ പോയിന്റ് അവിടെയാണ്. അതിൽ നിന്ന് എപ്പോൾ നമ്മൾ ഊരിപ്പോരുന്നോ ആ സമയത്ത് ഞാൻ പറഞ്ഞ ഈ രണ്ടാലൊരു വഴിയിലേക്ക് നീങ്ങും. ഇതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഒന്നുകിൽ ഉബൂദിയ്യത്തു ഹവ ഔ ഉബൂദിയ്യത്തു ശൈത്വാൻ, അല്ലെങ്കിൽ അവൻ്റെ ഹവ, അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ തീർപ്പ്, അതിൻ്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമയായിരിക്കും. അള്ളാഹിൻ്റെ ഉബൂദിയ്യത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ നോക്കൂ. അയാളുടെ മനസ്സ് ശാന്താണ്. ശാന്തം എന്ന വാക്ക് മതിയാവില്ല അത് വർണ്ണിക്കാൻ. അയാൾക്ക് ജീവിതം വളരെ വെളിച്ചമുള്ളൊരു സംഭവമാണ്. അയാൾ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നല്ല വെളിച്ചം അയാൾക്കുണ്ട്. അയാൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അയാളുടെ മനസ്സുകൊണ്ടും അയാളുടെ കണ്ണുകൊണ്ടും അയാൾക്ക് കാണുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് അയാൾ പോകുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദിശ നഷ്ടപ്പെട്ടിട്ടില്ല, വഴി നഷ്ടപ്പെട്ടിട്ടില്ല. ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കയ്യാല വെച്ചിട്ടുള്ള ഇരട്ട വരകളുള്ള ഒരു വഴി, ഒരു രാജവീതി അയാളുടെ മുന്നിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. അയാൾ മാത്രം നടന്നു പോകുന്നതല്ല അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് നോട്ട് ടേക്കൺ അല്ല, മറിച്ച് അത് ധാരാളമായി നടന്ന് തെളിഞ്ഞ ഒരു രാജവീതിയാണ്. അവിടെ ഇരുട്ടില്ല, അവിടെ രാത്രി പോലും പകലിനേക്കാളും തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹ ലാ യസിഗു അൻഹാ ഇല്ലാ ഹാലിക്. നശിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള നശിച്ചവനെ അതിൽ നിന്ന് തെറ്റിപ്പോകുള്ളൂ. അല്ലാതെ തെറ്റിപ്പോകാൻ ഒരുപാട് വേറെ വഴികളില്ല. ഇത് സ്ട്രെയിറ്റ് ആണ്, അതിൽ ഇരുട്ടില്ല, രാത്രി പോലും വെളിച്ചുള്ളതാണ്. അയാളുടെ ലക്ഷ്യസ്ഥാനം അയാളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നുണ്ട്. അയാൾ കണ്ണ് ചിമ്പിയാൽ അയാളുടെ മനസ്സിൽ അയാളുടെ ബുദ്ധിയിൽ അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് പോണത്. അയാൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾക്കും നിശ്ചയമുണ്ട്, തിട്ടമുണ്ട്. അയാൾ ഉണരുകയാണെങ്കിൽ ഉണരുമ്പോൾ എന്ത് വേണം? ഇതാ എൻ്റെ റൂഹ് തിരിച്ചു വരികയാണ്,
അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അത് തിരിച്ചു കിട്ടുമ്പോൾ തിരിച്ചു കിട്ടണം, ആൾക്ക് നിർബന്ധമല്ല. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതിന് അതിൻ്റെതായ അവസ്ഥകളുണ്ട്. അയാൾ അതിൻ്റെ മുമ്പത്തെ നടപടി പൂർത്തീകരിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളാണ്. തിരിച്ചു കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ തീർപ്പ്, അതിന് ഞാൻ വിധേയനാണ്, അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. അടുത്തൊരു ദിവസത്തേക്ക് ഞാനിതാ കണ്ണു തുറക്കുന്നു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. എന്ത് ചെയ്യണം? അയാൾക്ക് ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവും. ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അത് കൃത്യമാണ്. ഇനി ഇന്നത് ചെയ്യണം, പിന്നെ ഇന്നത് ചെയ്യണം, പിന്നെ ഇന്നത് ചെയ്യണം. ഓരോന്നിലും ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താണ്? എന്തിന് ബാത്റൂമിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ ഉച്ചരിക്കേണ്ടത് എന്താണ്? അയാൾ ചിന്തിക്കണ്ട. അത് ശരിക്കും എന്താണ്? ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക്. അയാളെ ചൊല്ലിപ്പഠിപ്പിച്ച് ഫീഡ് ചെയ്തിട്ടുണ്ട്. അത് വെറും മെക്കാനിക്കൽ അല്ല, അത് അയാളുടെ ആത്മാവിലാണ് അയാൾ അത് ഉച്ചരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസ് വൽ ഖബായിസ്. ഇനി എങ്ങനെ കിടക്കേണ്ടത്? അതിനെക്കുറിച്ച് അയാൾക്ക് ആലോചിക്കാനുള്ള അയാളെ പഠിപ്പിച്ചു കൊടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടത്തെ കാല് വെച്ചിട്ട് വേണം കയറാൻ. ഇനി എങ്ങനെ ഇരിക്കേണ്ടത്? അതിന് ശാസ്ത്രവും സയൻസും പുതിയ സ്റ്റഡീസും ഒന്നും ആക്കി നോക്കാനില്ല. ഇവരൊക്കെ എന്തൊക്കെ ശാസ്ത്രം, എന്തൊക്കെ ജീവശാസ്ത്രം, എന്തൊക്കെ അനാട്ടമി, എന്തൊക്കെ മെഡിസിൻ, അതൊക്കെ പറഞ്ഞാലും അവസാനം അത് ട്രയൽ ആൻഡ് എറർ, ഒരുപാട് എറർ പോയിട്ട് ശരിയിലെത്തുകയാണെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷം മുമ്പ് പറഞ്ഞിടത്തേ എത്തുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് ആലോചിക്കാനല്ല, ആ രൂപത്തിൽ തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് അത് എങ്ങനെ വൃത്തിയാക്കണം, എന്ത് വൃത്തിയാക്കണം, എങ്ങനെ വൃത്തിയാക്കിയാലാണ് കൂടുതൽ വൃത്തിയാവുക, അള്ളാഹ് ഏതാണ് തൃപ്തിപ്പെടുന്നത്, അള്ളാഹ് ഏതാണോ പറഞ്ഞത് അതാണ് ശരി, അത് തന്നെയായിരിക്കും അവസാനം. ഖിയാമത്ത് നാൾ വരെയുള്ള ഇവിടുത്തെ എല്ലാ സ്റ്റഡീസും പോയി കഴിഞ്ഞ് അവസാനത്തിനതായിരിക്കും. അതിക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഇവരെത്തുന്ന വഴിത്താവളങ്ങളിൽ ഒരുപാട് എറർ ഉണ്ടാവും. എറർ അതങ്ങനെയാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. പിന്നെ തെറ്റിയും ശരിയാക്കിയും എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ശരി എന്ന് പറഞ്ഞാൽ തെറ്റായിരുന്നു, അതുകൊണ്ടാണ് പിന്നെയും ശരിയാക്കണത്, പിന്നെയും ശരിയാക്കുന്നത്. ശരി എന്ന് നമ്മൾ പറയുന്നുള്ളൂ, ഒക്കെ തെറ്റാണ്. അവസാനം ആത്യന്തികതയിലേക്ക് എത്തുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അയാളെ സംബന്ധിച്ച് എല്ലാം കൃത്യമാണ്, എല്ലാം കൃത്യമാണ്. ആളാളുടെ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ പോരും. എന്താ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ കുത്തിരിക്കണ്ട. അള്ളാഹ് പറഞ്ഞു അത്യാവശ്യമുള്ള ദിക്റോ കാര്യങ്ങളോ അതിന് പറഞ്ഞ അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ അള്ളാഹിൻ്റെ ഭൂമിയിലൂടെ നിങ്ങൾ പ്രചരിച്ചു കൊള്ളുക, വ്യാപിച്ചു കൊള്ളുക. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ചില പ്രവർത്തികളുണ്ട്. അള്ളാഹ് തിട്ടപ്പെടുത്തി തന്നിട്ടുള്ള, നിശ്ചയിച്ച് തന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ സയൻറ്റിസ്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു അധ്യാപകനാണെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സാധാരണ തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളി ചെയ്യേണ്ട കാര്യങ്ങൾ. അയാളത് എങ്ങനെ ചെയ്യണം? പേടിക്കാനല്ല, അയാൾ ചെയ്യേണ്ട രൂപം, ദ പെർഫെക്റ്റ് വേ. ഇന്നല്ലാഹ യുഹിബ്ബു മിനൽ അബ്ദി ഇദാ അമില അമലൻ അൻ യുത്ഖിന. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വാക്ക് ഇന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാനിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ? അവനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അൻ യുത്ഖിനഹു, അത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കണം. തല്ലിക്കൂട്ട് പരിപാടി ഇല്ല, തല്ലിക്കൂട്ട് പരിപാടി വേണ്ട. ചെയ്യുകയാണെങ്കിൽ അത് മുതലാളിക്ക് വേണ്ടിയല്ലേ, ആരാ മനസ്സിൽ ചെയ്യാൻ ഇല്ല, മുതലാളിക്ക് വേണ്ടിയല്ല ഈ പണി അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഈ പണി അള്ളാഹ് ഏൽപ്പിച്ചതുകൊണ്ട് അയാൾ ചെയ്യുന്നു. അതിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം അയാൾ മുതലാളിനോട് ചോദിക്കുന്നില്ല, അയാൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത്. മുതലാളി എന്ന് പറഞ്ഞാൽ ATM കൗണ്ടർ പോലെ ഒരു സാധനം ഈ തന്നെ ഇട്ടാലിട്ട് വരും. 30 ദിവസങ്ങളിൽ ചെന്ന് ഒപ്പിട്ടുണ്ടെങ്കിൽ അയാൾ കൂലി തരും. പക്ഷെ അതൊരു ATM മെഷീൻ മാത്രമാണ്. പക്ഷെ എല്ലാം മുകളിൽ നിന്ന് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, നിങ്ങളൊരു പണി ചെയ്താൽ അയാൾ ഒരു പക്ഷേ തലേ ദിവസം നിങ്ങളെ ശകാരിച്ചിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ അയാൾ നിങ്ങളെ എന്ത് ചെയ്തിട്ടുള്ള അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, വിട്ടേക്കും, ആളൊന്നുമല്ല. നിങ്ങളൊരു പണി ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹ് പറഞ്ഞിട്ടാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദലൂലൻ കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. ഫംശൂ ഫീ മനാകിബിഹാ, ഈ ഭൂമിയുടെ ചുമലിലേറിയിട്ട് നിങ്ങൾ നടന്നു പോയിക്കൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, അവൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ച ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചു കൊള്ളുക, വിഭവങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. വൈലൈഹിൻ നുശൂർ, എല്ലാം കഴിഞ്ഞ് അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അങ്ങനെ ഇതൊരു വിശ്വാസമായി, ഇതൊരു വീക്ഷണമായി, ഇതൊരു വിശ്വാസമായി. വീക്ഷണമല്ല, അത് അറിവല്ല, അതൊരു വിശ്വാസമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അതൊരു വിശ്വാസമാണ്. അതവൻ്റെ യഖീനാണ്, അതവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണ്. അവനെ സംബന്ധിച്ച് പിന്നെ അവൻ്റെ സൂപ്പർവൈസർക്കോ അവൻ്റെ മാനേജർക്കോ അല്ലെങ്കിൽ ഫാക്ടറി മുതലാളിക്കോ വല്ല പരാതിയും പറയാണ്ടാവോ? സൂപ്പർവൈസർ ഇല്ലെങ്കിലും അയാൾ ചെയ്തിരിക്കും. അയാൾ ചെയ്യുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് അയ്യുത്തുഖിനഹു, പ്രൊഫഷണൽ വേല അയാൾ ചെയ്യണം. ആളെ നോക്കാൻ എന്തിനാ സൂപ്പർവൈസർ, എന്തിനാ ഫോർമാൻ? ആളിത് അങ്ങനെ ഈ പ്രപഞ്ചഘടനയിൽ ഓരോ വ്യക്തിക്കും അവൻ്റെതായ ചില ധർമ്മങ്ങളുണ്ട്, റോൾസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അയാൾ നിറവേറ്റിയിരിക്കും. അതിൻ്റെ ഫലം ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹു അവന് കണക്കാക്കിയത് അവന് വരും. ചിലപ്പോൾ അവൻ പ്രതീക്ഷിച്ച് കിട്ടിക്കോണമെന്നില്ല, ഒരു നിരാശയില്ല. അതല്ല ഖദറിലുള്ള വിശ്വാസം. അത് അള്ളാഹ് എനിക്ക് കണക്കാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ലിഹിക്മത്തിൻ ബാലിഗ, അള്ളാഹ്ക്ക് ഒരു ലാർജർ പ്ലാൻ ഉണ്ട്. കുറേ കൂടെ ഒരു ഗ്രേറ്റർ സ്പെക്ട്രത്തിൽ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അപ്പം അത് കിട്ടാതിരിക്കലായിരിക്കും നമ്മളെ സംബന്ധിച്ച് ആത്യന്തികമായ ഖൈർ. നമ്മൾ ചോദിച്ച ആ കാര്യത്തിന് പകരം അതിനേക്കാൾ വലിയൊരു കാര്യം മറ്റൊരു വേയിലൂടെ അള്ളാഹ് ഫുൾഫിൽ ചെയ്ത് തരുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന, ഖദർ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് എവിടെ അസ്വസ്ഥത, അയാൾക്ക് എവിടെ ആവലാതി, അയാൾക്ക് എവിടെ പരാതിയില്ലാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് അസ്വസ്ഥത അല്ല, അയാൾക്ക് ആവലാതിയില്ല, അയാൾക്ക് പരാതിയില്ല, അയാൾ സമാധാനമാണ്. അയാളെ ഏൽപ്പിച്ച പണി വൃത്തിയായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു, അള്ളാഹനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പോഴേ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ താളം തെറ്റാതെ അതിൻ്റെ ശരിയായ നേച്ചുറൽ റിതത്തിൽ അതങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ വഴിക്ക് കയറുക. നമ്മുടെ ഓരോ സ്റ്റെപ്പിലും അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് നീ ചെയ്യ്, ഇന്നത് നീ ചെയ്യ്. അത് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ അസ്വസ്ഥമാകേണ്ടതില്ല. അതിൻ്റെ റിസൾട്ട് അള്ളാഹ് തരും. അത് അള്ളാഹിനോടാണ്. ആ പണി ചെയ്യാൻ പോകുമ്പോഴോ എനിക്ക് നല്ല മസിൽ ബലം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ വളരെ വെൽ ട്രെയിൻഡാണ്, ഞാൻ സ്കില്ലുള്ള ആളാണ്, സ്കിൽഫുള്ളാണ്, അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും. വേണ്ട, അങ്ങനെ ബലം പിടിക്കേണ്ട, അതിനൊന്നും മനുഷ്യ നീ ആയിട്ടില്ല. അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ചൊല്ല്, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങ്. അള്ളാഹുവേ, ഈ കാര്യം ചെയ്യാൻ നീ എന്നെ ഏൽപ്പിച്ചതാണ്, ഇത് എൻ്റെ നിയോഗമാണ്, നീ ഏൽപ്പിച്ച ദൗത്യമാണ്, ഞാനത് ചെയ്യേണ്ടവനാണ്. അത് ചെയ്യാനുള്ളതായ ശേഷിയും കഴിവുമൊക്കെ എനിക്ക് നീ തന്നിട്ടുണ്ട്. ഞാൻ ആ പണിയിലേക്ക് ഇതാ അങ്ങോട്ട് ഒരുങ്ങുകയാണ്, മുതിരുകയാണ്. പക്ഷേ അത് വിജയിക്കണമെങ്കിൽ ഞാനത് ചെയ്യുമ്പോൾ നിന്റെ തൗഫീഖ് എൻ്റെ കൂടെ ഉണ്ടാകണം. അതിനാൽ നിന്റെ ആ മഹത്തായ നാമം ചൊല്ലി, ആ നാമം കൊണ്ട് ഞാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ബർക്കത്തുകളും ചോദിച്ചുകൊണ്ട് ബർക്കത്ത് ചോദിക്കുന്നു, നിന്നോട് സഹായം ചോദിക്കുന്നു. ബിസ്മില്ലാ, നിന്റെ പേര് ചൊല്ലി, ആ പേര് ചൊല്ലിയാൽ അതിൻ്റെ കൂടെ ബർക്കത്ത് വരും. എന്താ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ? തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തബാറകസ്മു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഇസ്മ് വളരെ ബർക്കത്തുള്ളതായി. ഈ തബാറക എന്നുള്ള പദം തഫാല വസനാണ്, ബർക്കത്തിൽ നിന്ന്. ബറക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖൈറാണ്. എന്ത് ഖൈർ? അൽ ഖൈറു അൽ കസീറു അൽ അമീമു അദ്ദായിമു അല്ലദീ ലാ യൻഖതി. ഖൈറാണ്, നന്മയാണ്. അത് കസീർ, വർദ്ധിച്ച തോതിലുള്ള, അബുണ്ടന്റ്ലി. അത് അൽ അമീം, അത് തന്നെയും വളരെ വ്യാപകമായ, എക്സ്റ്റെൻസീവ്ലി. അത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദായിം, നിത്യമായിട്ടുള്ളതാണ്. കുറച്ച് കിട്ടി പിന്നെ നിന്ന് പോണതല്ല. അല്ലദീ ലാ യൻഖതി,
നെവർ സീസ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. അങ്ങനെയുള്ളതിനാണ് ബർക്കത്ത് എന്ന് പറയാം. ആ ബർക്കത്ത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും ചില സമയത്ത്. തബാറക്കല്ലാഹ്, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ, അള്ളാഹുവിലേക്ക് ചേർക്കും. ചില സന്ദർഭങ്ങളിൽ തബാറക്ക എന്ന് പറയുന്നത് അള്ളാഹിന്റെ ഇസ്മിലേക്ക് ചേർക്കും. തബാറക ഇസ്മു റബ്ബിക് ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ ആ പദത്തിന് ഒരർത്ഥമാണ്, ഐ തആല വ തആലം. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെ ആയിരിക്കും, അള്ളാഹു ഏറ്റവും ഉന്നതനാണ്. ആ ഉന്നതി എന്ന് പറഞ്ഞാൽ ദാതൻ വ മഅനൻ, അള്ളാഹിന്റെ ദാത്ത് ഏറ്റവും ഉയരത്തിലാണ്. മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും മീതെ, ഏഴാകാശങ്ങൾക്കും മീതെ, ആ കുർസിയുടെ മീതെ, അർശിന്റെ മീതെ, കുർസിയുടെ മീതെ, അതുപോലെ തന്നെ വെള്ളത്തിനു മീതെ, അർശിന്റെ മീതെ, ആ അർശിന്റെയും മീതെയാണ് അള്ളാഹു. എന്ന് വെച്ചാൽ അർശ് അള്ളാഹിനെ വഹിക്കുന്നു, അർശ് അള്ളാഹിനെ താങ്ങുന്നു എന്നർത്ഥത്തിലല്ല, അല്ലെങ്കിൽ അർശി അള്ളാഹുവിനെ ചൂഴ്ന്നു നിൽക്കുന്നു എന്നർത്ഥത്തിലല്ല. അർശിന്റെയും മീതെയാണ്. ആ അർശിനു മീതെ പിന്നെ വേറൊരു സൃഷ്ടിയില്ല. അർശിന്റെ മീതെ അള്ളാഹുവാണ്. അള്ളാഹുവിനെ ഒന്നും ചൂഴ്ന്നു നിൽക്കുന്നില്ല. അള്ളാഹു മുഹീത്തുൻ ബികുല്ലി ഷൈ, അവൻ എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അത് അള്ളാഹിന്റെ ദാത്തിയായ ഉലൂ. മാത്രമല്ല മഅനൻ, ഏതർത്ഥത്തിലും ഏതാശയത്തിലും ഏത് സിഫത്തിലും ഏത് വസ്ഫിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതനാണ്. വലില്ലാഹിൽ മസലുൽ അഅ്ല. റഹ്മ എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ ഏറ്റവും ഉന്നതമായത് അള്ളാഹുവിനാണ്. ഇൽം എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ഏറ്റവും പൂർണ്ണമായത്, ഏറ്റവും ഉന്നതമായത് അള്ളാഹുവിനാണ്. ഇങ്ങനെ ഏതു മഅന അള്ളാഹ്ക്കുണ്ട് എന്ന് അള്ളാഹ് അറിയിച്ചിട്ടുള്ള ഏത് മഅന എടുക്കുകയാണെങ്കിലും ആ മഅന അതിന്റെ ഏറ്റവും ഉന്നതമായ മസൽ അള്ളാഹുവിനാണ്. വലില്ലാഹിൽ മസലുൽ അഅ്ല. അതുകൊണ്ട് അള്ളാഹിന്റെ ഉലൂവിനെ കുറിച്ച് പറയുമ്പോൾ ആയത്തുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്താണ്? ഉലുവുല്ലാഹി ദാതൻ വ ഉലുവുല്ലാഹി മഅന. അള്ളാഹ് ദാത്തുകൊണ്ട് ഏറ്റവും ഉന്നതനാണ്. അള്ളാഹു അവന്റെ ഇത്തരം ഔസാഫുകളുടെ, സിഫാത്തുകളുടെ കാര്യത്തിൽ അവൻ ഏറ്റവും ഉന്നതനാണ്. വ തആലം, അവൻ ഏറ്റവും വലിയവനാണ്. അവൻ ഏറ്റവും വലിയവനാണ് എന്നുള്ളത് എങ്ങനെ പറയാം? അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു തന്നത് വെച്ച് നോക്കിയാൽ തന്നെ നമ്മൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, വല്ലാത്തൊരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുവൽ അവ്വൽ, അവൻ അവ്വലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു ദുആയിൽ അതിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലദീ ലൈസ ഖബ്ലഹു ഷൈ, അതാണ് അവ്വൽ. അള്ളാഹ്ക്ക് ആദ്യമല്ല. ലൈസ ഖബ്ലഹു ഷൈ, അവന്റെ മുമ്പ് മറ്റൊന്നുമില്ല. അവന് മുമ്പ് എന്ന് പറയാൻ ഒരു മുമ്പില്ല. അള്ളാഹു ഉള്ളവനാണ്, ഉണ്ടായവനല്ല. അതിന്റെ മുമ്പ് അതിന്റെ ബിമ്പ് എന്നൊക്കെ പറയണമെങ്കിൽ ഉണ്ടായവൻ ഇല്ലാത്തൊരവസ്ഥ, പിന്നെ ഉണ്ടായി വന്നവൻ, അവനാണതൊക്കെ പറയാ. അള്ളാഹു ഇല്ലാത്തവനല്ല, ഇല്ലായ്മ എന്നൊരവസ്ഥ അവന് കഴിഞ്ഞു പോയിട്ടില്ല. അവൻ ഉള്ളവനാണ്. ലൈസ ഖബ്ലഹു ഷൈ. അപ്പൊ സമാനൻ, ടൈമിന്റെ ടേംസിൽ എടുത്തു നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അറ്റം, അതിനൊരു അറ്റല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. വൽ ആഖിർ, പിന്നെ അള്ളാഹ് പറഞ്ഞു ഹുവൽ അവ്വലു വൽ ആഖിറു, അവൻ ആഖിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു അല്ലദീ ലൈസ ബഅദഹു ഷൈ, അവൻ അന്ത്യമില്ലാത്തവനാണ്. നശിച്ചു പോകുന്ന വസ്തുക്കൾ ഇല്ലാതിരുന്നു, പിന്നെ ഉണ്ടായി, പിന്നെ നശിച്ചു പോകുന്ന വസ്തുക്കൾ അത് സൃഷ്ടികളാണ്. അള്ളാഹു അങ്ങനെ ഇല്ലാതായൊരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായി, പിന്നെ നശിച്ചു അത് അള്ളാഹു അല്ല, അത് സൃഷ്ടികളാണ്. ഇത് സൃഷ്ടാവായ അള്ളാഹ്, അവന് അന്ത്യമില്ലാത്തവനാണ്. അപ്പൊ കാലത്തിന് രണ്ടറ്റമില്ലാത്തവനാണ്. അപ്പൊ കാലത്തിന് പിടികൊടുക്കാത്തവനാണ്. അള്ളാഹുവിനെ ചൂഴ്ന്നു നിൽക്കുന്നില്ല. കാലബദ്ധമായിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാവുന്നതല്ല, മറിച്ച് അള്ളാഹു കാലത്തെ ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അപ്പോ കാലത്തെ ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അള്ളാഹിന്റെ വലിപ്പം നിങ്ങൾ അവിടെ മനസ്സിലാക്കി. ഇൻ ടേംസ് ഓഫ് ടൈമിൽ അള്ളാഹ് അത്രയും വലിയവനാണ്. വല്ലാഹിർ, മൂന്നാമതായി അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ വല്ലാഹിറാണ്. അല്ലദീ ലൈസ ഫൗഖഹു ഷൈ,
അത് സ്പേസിൻ്റെ ടേമിലാണ് കാര്യങ്ങൾ അള്ളാഹ് നമുക്ക് അവിടെ മനസ്സിലാക്കി തരുന്നത്. അവൻ്റെ മീതെ വേറൊന്നുമില്ല. അവൻ്റെ മീതെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട്. മീതല്ലാത്തവനാണ് അവൻ. അവനാണ് ഏറ്റവും ഉപരിയിലുള്ളവൻ. അല്ലാഹിർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ പറഞ്ഞത് അല്ലദീ ലൈസ ഖബ്ലഹു ശൈ. പിന്നെ പറഞ്ഞു വൽ ബാത്തിൻ, അവൻ ബാത്തിനാണ്. അല്ലദീ ലൈസ ദൂനഹു ശൈ, അവന് താഴെ വേറൊന്നുമില്ല. എല്ലാറ്റിനെയും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നവനാണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് സ്പേസ് അള്ളാഹുവിനെ ഒരിക്കലും സ്പേസ് എന്ത് ചെയ്യുന്നില്ല, ചുഴ്ന്നു നിൽക്കുന്നില്ല. ആ രണ്ടറ്റവും അള്ളാഹ്ക്ക് ബാധകമല്ല. സ്പേസിന് ബദ്ധമായ രൂപത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കാവുന്നതുമല്ല. സ്പേസ് ബൗണ്ടായിട്ട് അള്ളാഹിനെ മനസ്സിലാക്കാവുന്നതല്ല. മറിച്ച് സ്പേസ് എന്ന് പറയുന്ന അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹ് അതിനെ ചുഴ്ന്നു നിൽക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹ് മുഹീത്തുൻ ബികുല്ലി ഷൈ, അള്ളാഹ് എല്ലാറ്റിനെയും ചുഴ്ന്നു നിൽക്കുന്നു. എന്നാൽ ആ യുഹീത്തുഹു ഷൈ, അവനെ ഒന്നും ചുഴ്ന്നു നിൽക്കുന്നില്ല. അപ്പം അള്ളാഹ് എന്ന് പറയുന്ന അള്ളാഹ് എന്ന ആ മഹത്തായ നാമം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ വലിപ്പം എങ്ങനെ, നമ്മുടെ ഭാവന പൊട്ടിപ്പോയി. നമുക്ക് ആ കാര്യങ്ങൾ ഇദ്റാക്ക് ചെയ്യാൻ പറ്റണില്ല. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ അകക്കണ്ണുകൾക്ക് അള്ളാഹുവിനെ പ്രാപിക്കുക, അവൻ്റെ ദാത്തിനെ നമുക്കങ്ങനെ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. വഹുവ യുദ്രിക്കുൽ അബ്സാർ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അകക്കണ്ണുകളെ എല്ലാം അള്ളാഹു പ്രാപിക്കുന്നു. ഉള്ളിൽ തോന്നുന്നു, കണ്ണിൽ കാണുന്നു, കണ്ണ് കാണുന്നു. പക്ഷെ അള്ളാഹിനെ നമുക്ക് ഇദ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അത്രയും വലിയവനാണ്, അത്രയും എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അല്ലാഹു അക്ബർ. അതിന് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വാക്ക്, ആ വാക്കിൽ ആശയത്തെ നമ്മൾ ഒതുക്കുന്നു. അല്ലാഹു അക്ബർ. അപ്പോൾ ആ റബ്ബുൽ ആലമീനായ തമ്പുരാൻ, അവനെ കുറിച്ചിട്ട് അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേൾക്കുക, ആ വാക്കുകൾ ആവർത്തിക്കുക. സ്വന്തമായിട്ട് ചിന്തിക്കാനല്ല. ചിന്തിച്ചാൽ ഒരു പിടുത്തം കിട്ടൂല. നമുക്ക് എന്ത് ചിന്തിക്കാനാണ്? നമ്മുടെ ഈ ബയോളജിക്കൽ കൺസ്ട്രക്ഷനിൽ വന്ന് നിൽക്കുന്നു, പോകുന്നു, വരുന്നു എന്ത് നമുക്കുണ്ട്? നമ്മൾ പറയുന്ന ആ സോൾ, ആ ആത്മാവ്, അതെന്ത്? അത് ആലോചിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു സയൻസിനും പറ്റൂല. അമേരിക്കക്കാരും റഷ്യക്കാരും ജപ്പാൻകാരും ചൈനക്കാരും ഇന്ത്യക്കാരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയാലും റൂഹ് എന്ന് പറയുന്ന ഒരു സംഗതി പിടുത്തം കിട്ടൂല. ആ നമ്മൾ പിന്നെ എന്താണ് അള്ളാഹിനെ കുറിച്ചിട്ട് അങ്ങനെ പോകുന്നത്? അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് എന്താണോ പറഞ്ഞു തന്നത് അത് ആലോചിക്കുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ആവർത്തിക്കുക. ആ നാമങ്ങൾ ചൊല്ലിയാൽ തബാറകസ്മു റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഇസ്മ് തന്നെ. ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുവോ ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ നാമം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ, തബാറക ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ അർത്ഥം നസലത് മഅഹു അൽ ബറക. ആ പേര് നിങ്ങൾ ഉച്ചരിച്ചാൽ ബറക്കത്ത് അതിൻ്റെ കൂടെ ഉണ്ടാകും. ആ കാര്യങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുന്ന എല്ലാ ഖവായിലുകളും, എല്ലാ കെടുതികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടും. ആ കാര്യങ്ങളിൽ നിങ്ങൾ ആശിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലതായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അല്ലാഹ് പൂർത്തീകരിച്ചു തരും. അതിനുവേണ്ടി ബിസ്മില്ലാ, അയാളിൽ കെൽപ്പ് കാണരുത്, കരുത്ത് കാണരുത്. ഞാൻ മതി, എനിക്ക് പറ്റും, ഇല്ല, ഞാനൊന്നുമല്ല. അള്ളാഹു നൽകിയതാണ് ഈ കഴിവ്. ആ കഴിവ് കൊണ്ട് ഞാൻ ഇനി ചെയ്താൽ തന്നെ അത് പൂർത്തീകരിക്കണമെങ്കിൽ ബാക്കി തൗഫീഖ് അള്ളാഹിൻ്റെ ആ സമയത്ത് വന്നു ചേരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ അള്ളാഹിൻ്റെ അടിമയായിട്ട് അള്ളാഹ് തന്ന കഴിവുകൊണ്ട് പൂർത്തീകരിക്കാൻ അള്ളാഹിൻ്റെ കഴിവ് ചോദിച്ചുകൊണ്ട്, ആ കഴിവ് ചോദിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുള്ള വഴി അവൻ്റെ മഹത്തായ നാമം ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാ അത് ചെയ്തു. പിന്നെ ആൾക്ക് എന്താ പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനില്ല. അത് ഇൻഷാ അല്ലാഹ് അത് അതിൻ്റെ പെർഫെക്റ്റ് വേല് വരും. അയാൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു. അലല്ലാഹി തവക്കൽ. ഇങ്ങനെ എല്ലാം അള്ളാഹു പറഞ്ഞതുകൊണ്ട്, അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു. ഒരു ജീവിതം എത്രത്തോളം ലളിതാകും, എത്രത്തോളം പ്രയാസം കുറഞ്ഞതാകും, എത്രത്തോളം ശാന്തമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മൊത്തം നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നമ്മൾ ക്രമീകരിച്ച് അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്തിലേക്കാണ് കയറി വന്നാൽ ആ മനുഷ്യന് ജീവിതം എന്നുള്ളത് എന്തൊരു ഹരായിരിക്കും. ഒന്നും പേടിക്കാല്ലേ. കാറ് നമ്മൾ
ഡോറ് തുറന്നു, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു. എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ആ പോകുന്നത് നല്ല കാര്യത്തിനാണ്, അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിനെനിക്ക് ഡ്രൈവ് ചെയ്യാം, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്, നല്ല ഡ്രൈവറാണ്, നന്നായി ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് മാത്രം എത്തൂല, എത്തണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖ് വരണം. ചാവി ഇങ്ങനെ കൊടുക്കുന്നു, ബിസ്മില്ലാഹ് നസലത്ത് മഅഹു അൽ ബറക, ആൾ പോകുന്നു. അള്ളാഹ് അയാളെ അവിടെ എത്തിച്ചു കൊടുക്കും. അല്ല അള്ളാഹിനെ ഏൽപ്പിച്ചു, അല്ല അവിടെ എത്തിയില്ല, വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അതാണോ അവിടെ എത്തലായിരുന്നോ നല്ലത്? നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട്, നമ്മുടെ ചെറിയ അറിവ് കൊണ്ട് ഒരു ക്ലോസപ്പിൽ ചിലപ്പോൾ നമുക്ക് തോന്നും അല്ല അവിടെ എത്തലായിരുന്നു നല്ലത്. അല്ല, ക്ലോസപ്പ് മാറിയിട്ട് അതിനെ ലാർജർ സ്കെയിലിൽ, കുറേ കൂടി ഗ്രേറ്റർ സ്പെക്ട്രത്തിൽ കാര്യങ്ങൾ വിലയിരുത്താൻ പിന്നൊരു സമയത്ത് നമുക്ക് അറിവ് കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകുമായിരുന്നു അന്നാണ്ട് എത്താതിരുന്നതാണ് നല്ലത്. ആസാൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൻ ലക്കും വആസാൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും. എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഈ ഉബൂദിയ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എല്ലാ സ്റ്റെപ്പിലും അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തിയിട്ട്, അവൻ്റെ പേര് ചൊല്ലിയിട്ട് ഇസ്തിആനത്ത് നടത്തിയിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ, അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഓരോ കാര്യങ്ങളും അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വരും. നല്ല സഹവാസം, നല്ല കാര്യങ്ങൾ പറയും, അള്ളാഹിനെ കുറിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ആവർത്തിക്കും, അതിൻ്റെ മആനികൾ നമ്മൾ നടത്തും, ആ അള്ളാഹിൻ്റെ അസ്മാകൾ ഇഹ്സാ നടത്തും, ആ കലിമ അതിൻ്റെ വാക്കുകൾ നമ്മൾ മനഃപ്പാടമാക്കും, അത് ഉച്ചരിക്കും, അതിൻ്റെ മആനികൾ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കും. എന്നിട്ട് മാത്രമല്ല അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ താല്പര്യമനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കും. അങ്ങനെ ഇഹ്സാ നടത്തി അങ്ങനെ പോകുന്നൊരു മനുഷ്യൻ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ് പറഞ്ഞ മാതിരി അങ്ങനെ നടന്നാലും ഖൈർ, ഇങ്ങനെ നടന്നാലും ഖൈർ. അതുകൊണ്ട് തന്നെ ജീവിതത്തെ പോസിറ്റീവായിട്ടല്ലാതെ നെഗറ്റീവായിട്ടാക്കി കാണാനേ കഴിയില്ല. ആജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം മഹാ അത്ഭുതം തന്നെ. എല്ലാ കാര്യം ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ പ്രശ്നങ്ങൾ മുഴുവനും അവന് ഖൈറായിട്ട് അവൻ കാണുക, ഒക്കെ പോസിറ്റീവായിട്ടാണ് അവൻ എടുക്കുക. ഇന്ന അസ്വാബതുഹു സർറാഉ ശകർ ഫകാന ഖൈറല്ല, അവൻ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവന് വന്നത് എങ്കിൽ ശക്കർ, അള്ളാഹ്ക്ക് ശുക്ർ രേഖപ്പെടുത്തുന്നു, പോരെ, ഖൈറല്ല, അത് ഖൈറായി ഭവിച്ചു. ഇവിടെ നല്ലത്, പരലോകത്തേക്കും നല്ലത്. ഇനി അതല്ല, അവന് ദോഷമായി തോന്നുന്ന ഒരു കാര്യമാണ് സംഭവിച്ചതെങ്കിൽ അവൻ അത് ക്ഷമിക്കും. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ഫകാന ഖൈറല്ല, അത് അയാൾക്ക് ഖൈറായിരിക്കും. കാരണം സബർ എന്ന് പറഞ്ഞാൽ ഈമാന്റെ പകുതിയാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ട് ആസ്പെക്റ്റുകളും, ജീവിതത്തിന്റെ രണ്ടവസ്ഥകളും ഒരേപോലെ ഹൈറാക്കാൻ പറ്റുന്ന, ഹൈറായി ഭവിക്കുന്ന ഒരു മനുഷ്യൻ വേറല്ല, മുഅ്മിനല്ലാതെ, വിശ്വാസിയല്ലാതെ വേറെ ഒരാൾക്കും അങ്ങനല്ല. വേറെ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വേറൊരാൾക്കില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ ഹൈറാണ്. ശുക്റും ആഫിയത്തും, ആഫിയത്തിന് ശുക്റുമാണോ അതല്ല ബലാഇന്മേലുള്ള സബറുമാണോ, ഏതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? മുഹദ്ദിസുകളായ ഉലമാക്കൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ രസകരമായ ഒരു ചർച്ചയാണ്. അള്ളാഹ് നമുക്ക് നല്ല ആഫിയത്ത് നൽകി, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല രൂപത്തിലായിട്ടൊക്കെ നടന്നു. എന്നിട്ട് അതിന് ശുക്ർ നമ്മൾ കാണിച്ചു. എന്താ ശുക്ർ? ഇത് അള്ളാഹ് തന്നതാണ് എന്ന കാര്യം ഇഅ്തിറാഫും ബിൽ ഖൽബ്, മനസ്സ അത് അംഗീകരിച്ചു. മനസ്സിന് നമ്മളത് അംഗീകരിക്കുമ്പോൾ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അത് നമ്മളെ നാവ് കൊണ്ട് നമ്മളത് പറഞ്ഞു, ഇത് അള്ളാഹ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അത് കാരണങ്ങളിലേക്ക് ചേർത്ത്, കാരണങ്ങളുടെ പിന്നാലല്ല പോണത്, അത് അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹ്ക്ക് ശുക്ർ നാവ് കൊണ്ട് പറയുന്നു. പിന്നെ ആ കിട്ടിയിട്ടുള്ള നിഅമത്ത് അള്ളാഹ് ഏതൊരു മാർഗത്തിലേ അത് ചെലവഴിക്കാൻ പറ്റൂ, ഏതൊരു വിധേനയെ അത് കൈകാര്യം ചെയ്യാൻ പറ്റൂ, അള്ളാഹ് പറഞ്ഞത് ആ രൂപത്തിൽ മാത്രം കൈകാര്യം ചെയ്യുന്നു, ആ വഴിയിൽ മാത്രം അതിനെ വ്യയം ചെയ്യുന്നു, ചെലവഴിക്കുന്നു. അപ്പോൾ ശുക്ർ പൂർത്തിയായി. അങ്ങനെ ചെയ്യുന്ന നിഅമത്തും ആഫിയത്തും അതിന് ശുക്രുമാണോ? അതല്ല, കുറേ പരീക്ഷണങ്ങൾ വന്നു. ആ പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോൾ ഇത് അള്ളാഹു എനിക്ക് ഖൈറാക്കി തന്നിട്ടുള്ളതാണ്. വെറുതെ അല്ല പരീക്ഷണം. പരീക്ഷണങ്ങളിലൂടെ ഒരു മനുഷ്യന് അള്ളാഹു എന്ത് ചെയ്തു കൊടുക്കുകയാണ്? ചില മനുഷ്യന്മാരുണ്ടാവും, അള്ളാഹ് അവർക്ക് ചില ദർജ കണക്കാക്കിയിട്ടുണ്ടാവും. ആ
ആ ദറജയിലേക്ക് എത്താൻ മാത്രം ചിലപ്പോൾ അയാൾക്ക് അമല് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിന് അവസരം ജീവിതത്തിൽ അത്രത്തോളം അവസരങ്ങൾ ചിലപ്പോൾ വന്നിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അള്ളാഹ് തന്നെ ആ ദറജയിലേക്ക് അയാളെ ഉയർത്തുന്നതിന് വേണ്ടി കുറച്ച് പരീക്ഷണം കൊടുക്കും. എന്താ, കുറച്ച് ക്ഷമിച്ചാലെന്താ? കാരണം തോനെ പണിയെടുക്കാനുള്ള അവസരങ്ങളില്ല. കുറഞ്ഞ പണിയിൽ ഈ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് വല്ല അള്ളാഹിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം വാങ്ങാന്നുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, തെറ്റുകളൊക്കെ ഒരുപാട് പറ്റിപ്പോയിട്ടുണ്ട്. അതിനൊന്നും പരിഹാരം ചെയ്യാൻ മാത്രം ഒരുപാട് നന്മകൾ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. കുറച്ച് പരീക്ഷണങ്ങൾ വന്നു. ആ പരീക്ഷണങ്ങളിൽ അതെല്ലാം കത്തിയാണ് പോയി. ആ തെറ്റുകളെല്ലാം അള്ളാഹ് കഫാറത്താക്കി. എന്താ കുറച്ച് സഹിച്ചാൽ? ഇങ്ങനെ ചിലപ്പോ പരീക്ഷണവും ആ പരീക്ഷണത്തിനുള്ള സ്വബർ അതുമാണോ ഖൈർ? അതിലേറ്റവും നല്ലത് ആദ്യം പറഞ്ഞതാണ് നിഅമത്തു വശുക്ർ എന്നുള്ളിടത്താണ് ഉള്ളത്. ഏതാണെങ്കിലും ഈ ഉബൂദിയ്യത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് അഹമ്മു ശൈ. ഒരൊറ്റൊരായത്ത് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം കുറേ ആയി. ഒരൊറ്റ ആയത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ ആയത്ത് ഒരു വല്ലാത്ത ആയത്താണ്. ഏതാണ്? സൂറത്തു ത്വലാഖിലെ അവസാനത്തെ ആയത്ത്. സൂറത്തു ത്വലാഖിലെ അവസാനത്തെ ആയത്ത്. ആ ആയത്ത് മനസ്സിലാക്കണതിൻ്റെ തൊട്ട് മുമ്പ് സൂറത്തു ദാരിയാത്തിലൊരായത്ത് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കോറലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുണ്ട്. എന്തിനാ അല്ലാഹ് എന്നെ നിങ്ങളീ പഠിച്ചത്? എന്തിനാ മനുഷ്യരെ ജിന്നുകളെ അല്ലാഹ് പഠിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിപ്പോൾ ഏതാണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്നവരും അല്ലാത്ത നിലയ്ക്ക് ക്ലാസ് കേൾക്കുന്നതുമായ ഏതാണ്ട് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അഥവാ എൻ്റെ ഏകത്വം തൗഹീദ് അത് അംഗീകരിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കുക, അതിനു വേണ്ടിയാണ്. വേറെ ഒരു ലക്ഷ്യവും അവരുടെ ജീവിതത്തിന് വേറല്ല. നമ്മളെ ജിന്നു വർഗത്തെ പഠിച്ചത് ശരി, നമ്മളും ജിന്നുകളും അല്ലാത്ത ഒരുപാട് 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 സൃഷ്ടികൾ ഇവിടെ ഉണ്ട്. ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്, 7 ആകാശങ്ങളുണ്ട്. അവമിനൽ അർളി മിസ്ലുഹുൻ, ഭൂമിയിലും അതുപോലെ തന്നെ 7 ഭൂമികളുണ്ട്. ആ ഭൂമികൾക്കിടയിൽ ഗ്യാപ്പുകളുണ്ട്. ഒരു വലിയ ലോകം 7 ആകാശങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ വലിയ ലോകങ്ങളുണ്ട്. അവയിലെല്ലാം ആകാശലോകത്ത് ഉപരിലോകത്തെ ജീവികളാൽ നിബിഡമാണ്, കീഴ്ലോകത്തെ കാര്യങ്ങളാൽ അത് നിബിഡമാണ്. ഇതെല്ലാം എന്തിനാ അല്ലാഹ് ഉണ്ടാക്കിയത്? നമ്മളെ പഠിച്ചതിൻ്റെ ലക്ഷ്യം നമുക്ക് കിട്ടി. ഇല്ലാ ലിയഅ്ബുദൂൻ ഇല്ലാ ലിയുവഹിദൂൻ. എന്നാൽ ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹ് സൃഷ്ടിച്ചത് എന്തിനാണ്? അതിനുള്ള ഉത്തരം കൂടിയാണത്. മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹ് പഠിച്ചത് എന്തിനെന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എൻ്റെ ചോദ്യം തീരും മുമ്പ് നിങ്ങൾ ഉത്തരം പറയും ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക, അള്ളാഹിൻ്റെ തൗഹീദ് തഹഖീഖ് ചെയ്യുക, അതിനാണ് നമ്മളെ പഠിച്ചത്. എന്നാൽ 7 ആകാശം 7 ഭൂമിയും അവയുടെ ഇടയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സംവിധാനങ്ങളും ഒക്കെ അല്ലാഹ് എന്തിനാണ് ഉണ്ടാക്കിയത്? അത് നിങ്ങൾക്കറിയില്ല. അതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. അല്ലാഹ് അവനാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്. വമിനൽ അർളി മിസ്ലഹുൻ, അതുപോലെ തന്നെ ഭൂമിയെ അവൻ സൃഷ്ടിച്ചു. ഭൂമിയിൽ നിന്നും അതേപോലെയുള്ളവ അഥവാ 7 ഭൂമികൾ അതും അല്ലാഹ് സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുൻ, ഈ 7 ആകാശങ്ങൾക്കിടയിലൂടെയും 7 ഭൂമികൾക്കിടയിലൂടെയും അവന്റെ അമ്ര്, അവന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം 7 ആകാശങ്ങൾ. ആ 7 ആകാശങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ഗ്ലിംസ് നമുക്ക് കിട്ടണമെങ്കിൽ നന്ന് ചുരുങ്ങിയത് മെഹറാജിന്റെ ഹദീസെങ്കിലും, മെഹറാജ് റസൂലുള്ളാഹി നടത്തിയിട്ടുള്ള മെഹറാജിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള ആ ഭാഗവും അതുപോലെ തന്നെ അനുബന്ധമായ മറ്റ് റിവായത്തുകളിലൂടെയും കടന്നു പോകുമ്പോഴേ 7 ആകാശം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ മഹാപ്രപഞ്ചങ്ങളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഒരു ചെറിയ ഗ്ലിംസെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഭൂമി അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. അവക്കിടയിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അല്ലാഹ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. യതനസ്സലുൽ അംറു ബൈനഹും. ഇതൊക്കെ എന്തിനാണ് അല്ലാഹ് സൃഷ്ടിച്ചത്? കൽപ്പനകൾ ഇതിലൂടെ ഇറക്കുന്നത് എന്തിനാണ്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ
വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുവിന്റെ അസ്മാഉകളും അല്ലാഹുവിന്റെ സിഫാത്തുകളും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹനെ അറിയാൻ, അല്ലാഹുവിന്റെ അസ്മാഉകളും അല്ലാഹുവിന്റെ സിഫാത്തുകളും നിങ്ങൾ അറിയാൻ വേണ്ടിയാണത്. ലിതഅലമു. എന്തിനാണ് ഈ മഹാപ്രപഞ്ചങ്ങളുടെ സൃഷ്ടിപ്പ്? ലിതഅലമു, നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആദ്യം അല്ലാഹനെ കുറിച്ച് നിങ്ങൾ അറിയണം. അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മുൽ ജലാല, ആ മഹത്തായ പേര് നിങ്ങൾ മനസ്സിലാക്കണം. അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഖദീർ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. അല്ലാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ് എന്നാണ് ആ പേരിന്റെ താല്പര്യം. എന്ന അല്ലാഹന്റെ സിഫത്ത്, ഈ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫത്തും നിങ്ങൾ അറിയണം. അല്ലാഹു എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഇഹാത്തത്ത് ഇൽമൻ വ ഖുദ്റ, അവന്റെ ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും എല്ലാറ്റിനെയും അവൻ ചൂഴ്ന്നു നിൽക്കുന്നു എന്നീ പറയുന്ന അള്ളാഹിന്റെ അസ്മാഉകൾ സിഫാത്തുകൾ നിങ്ങൾ അറിയാനാണ്. അതറിഞ്ഞോ അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്ത് മനസ്സിക്ക് വരും. അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്ത് വരുമോ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും. അതിലേക്ക് നമ്മൾ എത്തുക. അതാണ് ഈ ഇത്തരം മജ്ലിസുകളുടെ ലക്ഷ്യം. അല്ലാതെ കുറേ പുതിയത് കേൾക്കലല്ല. അതുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ വാക്ക്, അതിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നു. തആലു നജ്ലിസ് ബിനാ നുഅ്മിൻ സഅതൻ നദ്കുറുല്ലാഹ്. ഒരു സമയം കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് കൂടാം. എന്തിനു വേണ്ടി? ഈമാൻ കുറച്ച് വർദ്ധിപ്പിക്കാൻ, അള്ളാഹിൻ്റെ അസ്മാഉകൾ അള്ളാഹിൻ്റെ സിഫാത്തുകൾ അത് നമ്മൾ കേൾക്കാൻ, അത് ഉച്ചരിക്കാൻ, അത് ദിക്ർ നടത്താൻ, അങ്ങനെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.